അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ്, ഏറ്റവും നല്ല വർത്തമാനം അല്ലാഹു ആണ് അവതരിപ്പിച്ചത്. മസാനിയ മുതശാബിഹൻ കിതാബൻ മുതശാബിഹ, പരസ്പരം കൃത്യമായി സദൃശമായി പറഞ്ഞു പോകുന്നു, ഒന്നൊന്നിനോട് വിരുദ്ധതയില്ല. ചില ഗ്രന്ഥങ്ങൾ ഒന്ന് പറഞ്ഞാൽ മറ്റൊന്നിനോട് വിരുദ്ധവും പിന്നെ അവസാനത്തുമ്പോഴേക്കും. അങ്ങനെയല്ല, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഘടിപ്പിച്ച് പറഞ്ഞു പോകുന്ന ഒരു ഗ്രന്ഥം. മസാനിയ, പലപ്പോഴും വിഷയങ്ങളെ ആവർത്തിച്ചു കൊണ്ടുവരുന്ന ഗ്രന്ഥം. മസാനി എന്ന് പറഞ്ഞാൽ അതാണ്, നമ്മളൊരു വിഷയം നേരത്തെ കേട്ടു, പിന്നെ അതിന്റെ ക്യാപ്സൂളായിട്ട് എന്ത് ചെയ്യുന്നു, പിന്നെയും പഠിക്കുന്നു. അങ്ങനെ വളരെ വിശദമായി പറഞ്ഞൊരു ചരിത്രത്തെ ഇടക്കിടക്ക് ഇങ്ങനെ എന്ത് ചെയ്യുന്നു, ചോദിക്കുന്നു. അല്ലെ, അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ്, ആദ് സമൂദ് ഗോത്രക്കാരെ കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടെ വരുമ്പോ പിന്നെ എന്താകുന്നു, അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ്, ആദ് വിഭാഗത്തെ അള്ളാഹു എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് മനസ്സിലാകുന്നുണ്ടോ? അപ്പോഴേക്കും അവൻ എങ്ങോട്ട് പോകണം, നേരത്തെ ആദ് സമൂദ് ഗോത്രക്കാരെ കുറിച്ച് പറഞ്ഞിടത്തേക്ക് പോകണം. അപ്പൊ അങ്ങനെ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബനൂ ഇസ്രായേലിയരുടെ ചരിത്രം അങ്ങനെ എല്ലാം വിശദമായി പറയും. പക്ഷെ ചിലയിടങ്ങളിൽ വരുമ്പോൾ അതിങ്ങനെ ക്യാപ്സൂൾ കണക്കാക്കി അള്ളാഹു പറഞ്ഞു തരികയും ചെയ്യും. അങ്ങനെ മസാനിയാണ്, രണ്ടു വട്ടവും ആവർത്തിച്ച് പറഞ്ഞു തരികയാണ്. എന്തിനാ ആവർത്തിക്കുന്നത്? ആവർത്തിക്കുമ്പോൾ മനുഷ്യരിങ്ങനെ ഇടക്കിടക്ക് അവന്റെ ഓർമ്മപദങ്ങളിലേക്ക് കടന്നു വരുന്നത് ഈ ചരിത്ര വസ്തുതകൾ തിരിച്ചറിയാനുള്ള ബോധമാണ്. അത് അവന്റെ വിവേകത്തെ നന്നാക്കും, അവന്റെ മനസ്സിനെ കൂടുതൽ ഉറപ്പിക്കും. അതിനാണ് ആവർത്തിച്ചു പറയുന്നത്. മസാനി തഖ്ശഇറു മിൻഹു ജുനൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും, പടച്ചവനെ പേടിക്കുന്ന ഹൃദയത്തിൽ അതിന് രോമാഞ്ചം ഉണ്ടാക്കും. അങ്ങനെ തന്നെയാണ് പറയാൻ പറ്റുള്ളൂ. പടച്ചവനെ പേടിക്കുന്ന ഹൃദയങ്ങൾക്ക് എന്തുണ്ടാക്കും? രോമാഞ്ചം ഉണ്ടാക്കും. കരഞ്ഞിട്ടില്ലെങ്കിൽ കരയണം എന്ന് പറയുന്നുണ്ട് ഇമാം ഗസാലി തങ്ങൾ. കരഞ്ഞില്ലെങ്കിൽ എന്താകണം? കരയണം. ഖുർആൻ കേട്ടിട്ട് കരച്ചിൽ വരുന്നില്ലെങ്കിൽ കരയണം. അല്ല, തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും, പേടിക്കുന്ന ഹൃദയങ്ങൾക്ക് അത് രോമാഞ്ചം ഉണ്ടാക്കും. അത് പേടിച്ച ഹൃദയങ്ങൾ ചിലപ്പോ നമ്മളെക്കാൾ കൂടുതൽ മറ്റു ഭാഗങ്ങളിൽ ഇരിക്കുന്ന ആളുകൾക്ക് ഉണ്ടായിക്കൂടായികയില്ല. പരിശുദ്ധ ഖുർആൻ കേട്ടിട്ട് അതിന്റെ ആനന്ദ നിർവൃതിയിലാണ് മറിയം ജമീല എന്ന് പറയുന്ന പ്രഗത്ഭയായ പോപ്പ് സംഗീതജ്ഞ ഇസ്ലാം മതം സ്വീകരിച്ചത്. അവർ വൈ ഐ എംബ്രേസ്ഡ് ഇസ്ലാം, എന്തുകൊണ്ട് ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ചു എന്നതിൽ അവരെഴുതി, ഞാൻ കേട്ടത് ഖുർആനിലെ സൂറത്തുർ റഹ്മാനിന്റെ ഒരു ആലാപനായിരുന്നു. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുർ റഹ്മാൻ, അറൂസുൽ ഖുർആൻ എന്ന് അള്ളാഹുവിന്റെ റസൂൽ വിശേഷിപ്പിച്ചത്. എല്ലാത്തിനും കൊണ്ടൊരു പുതുമണവാളവൻ. എന്നാൽ ഖുർആനിന്റെ സൗന്ദര്യത്തിന്റെ പുതുമണവാളൻ ആരാണ്? സൂറത്തുർ റഹ്മാനാണ്. ആ സൂറത്തുർ റഹ്മാൻ അങ്ങ് കേട്ടപ്പോ പോപ്പ് സംഗീതത്തിൽ, നിശാ ക്ലബ്ബുകളിൽ ജീവിതം മുഴുവനും സമർപ്പിച്ച ഒരു സ്ത്രീക്ക് അവരുടെ മനസ്സിന്റെ അകത്തളങ്ങളിൽ ഉണ്ടാക്കിയ ആന്തോളനങ്ങൾ, അതിന്റെ അനുരണനങ്ങൾ ഖുർആനിന്റേത് മാത്രമാക്കി മാറ്റാൻ കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ അവർ സ്വന്തം മാതാപിതാക്കളോട് പറഞ്ഞു, എനിക്ക് ഖുർആന്റെ കാസറ്റ് വാങ്ങണം, ഖുർആൻ കേൾക്കണം. അങ്ങനെ അവർ മുസ്ലിമായി. വൈ ഐ എംബ്രേസ്ഡ് ഇസ്ലാം, എന്താ ഞാൻ ഇസ്ലാം മതം സ്വീകരിക്കാൻ കാരണം എന്നവർ കൊച്ചു ഒരു പുസ്തകം അവരെഴുതി. ഇപ്പോ നിരന്തരമായി സംഗീതജ്ഞന്മാർ, അല്ലെ, ഇന്ത്യയിലെ തമിഴ് ലോകത്തെ പ്രഗത്ഭരായ സംഗീതജ്ഞന്മാർ മുസ്ലിങ്ങളാകുന്നു. അല്ലെ, ഇളയരാജയെ മുസ്ലിമാക്കി. ഇളയരാജയുടെ മകൻ, അല്ലെ, എന്താണല്ലോ പേര്? ആർക്കും കിട്ടില്ല. നിങ്ങളൊന്നും വായിക്കലോ പഠിക്കലില്ലേ? എന്താ ഇളയരാജയുടെ മോന്റെ പേരറിയില്ല? ഇബിനു ഇളയരാജ എന്നൊക്കെ പറയാല്ലേ തൽക്കാലം. എനിക്കറിയായിരുന്നു, ഞാൻ ഇപ്പൊ വിട്ടുപോയതാണ്. ഗാന്ധിപുത്രൻ, അത് നേരത്തെ അതാണോ ഉദ്ദേശിച്ച്? അതല്ല, ഇളയരാജയുടെ മകൻ സംഗീതജ്ഞനാണ്. അങ്ങനെ പല സംഗീതജ്ഞരും, ഞാൻ പറയും സംഗീതത്തിന്റെ ഒരു പ്രത്യേകത എന്നുള്ള സംഗീതാത്മകമായ ഈ വാക്കുകളെ അവരുടെ മനസ്സ് വല്ലാതെ ഇളക്കും. അപ്പൊ പടച്ചവനെ പേടിക്കുന്നവന്റെ ഹൃദയത്തിലേക്ക് ഈ ഖുർആൻ ഇങ്ങനെ ഓതുക മാത്രം മതി എന്നർത്ഥം. ഓതുക മാത്രം മതി. നിങ്ങൾ വലിയ അർത്ഥവും വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും ഒന്നും വേണ്ട എന്നർത്ഥം. ഓതിയാൽ പോലും അതാകുന്ന മോണിക്ക, അല്ലെ? അല്ല, പോട്ടെ, ഒരു നടി ഇസ്ലാം മതം സ്വീകരിച്ചു എന്നുള്ളത് ഇസ്ലാമിന്റെ വലിപ്പമോ ചെറുപ്പമോ അല്ല. പക്ഷേ ഇത് കേട്ട ഹൃദയങ്ങൾ, അത് നല്ല ഹൃദയം കൊണ്ട് കേട്ടതാവാം, വേറെ ഏതെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് കേട്ടതാകാം. പക്ഷേ ഈ ശത്രുവിന്റെ ഹൃദയങ്ങളിൽ പോലും ആന്തോളനങ്ങൾ സൃഷ്ടിക്കാൻ ഖുർആന് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ടാണ് ശത്രുക്കൾ പോലും, ഖുറൈശികൾ പോലും പ്രവാചകന്റെ ഈ
ഈ പരിശുദ്ധമായ സന്ദേശത്തെ സ്വീകരിക്കാൻ തയ്യാറില്ലാതിരുന്നിട്ട് പോലും പരിശുദ്ധ ഖുർആൻ കേട്ടപ്പോ പറഞ്ഞു, ഇത് മനുഷ്യന് പറയാൻ സാധിക്കൂല. ഇത് ഞാൻ കേട്ട ഇന്നേ വരെയുള്ള സാഹിതീയ വചനങ്ങളുടെ കൂട്ടത്തിൽ ഇങ്ങനൊരു വാക്കുകൾ, ഇത്രമേൽ മനോഹരവും ഇത്രമേൽ ഹൃദയസ്പൃക്കുമായ വാക്കുകൾ മനുഷ്യന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ആ മനുഷ്യനെ അങ്ങ് വിട്ടേക്കുക എന്ന് പോലും പറഞ്ഞു. ആ മനുഷ്യനെ വിട്ടേക്കുക, നിങ്ങൾ മുഹമ്മദിനെ വിട്ടേക്കുക. കാരണം മുഹമ്മദ് ഈ സമൂഹത്തെ ജയിക്കുക തന്നെ ചെയ്യും എന്ന് അന്നത്തെ ഖുറൈശി സാമ്രാട്ടുകൾ, സാഹിത്യ സാമ്രാട്ടുകൾക്ക് പറയേണ്ടി വന്നു. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഖുർആൻ പാരായണത്തിന്റെ മുമ്പിൽ ശത്രുക്കൾക്ക് സുജൂദ് ചെയ്യേണ്ടി വന്നു. തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും, പടച്ചവനെ പേടിച്ച ഹൃദയങ്ങൾക്ക് രോമാഞ്ചം ഉണ്ടാവും. സുമ്മ തലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാഹ്, അള്ളാഹുവിന്റെ ദിക്റിലേക്ക് അറിയാതെ അങ്ങ് ചുരുണ്ടുപോകും. അങ്ങനെയാണ് ഖുർആൻ പറയുന്നത്. തലീനു, ലാന എലീനു എന്ന് പറഞ്ഞാൽ തൊലി ഇങ്ങനെ ചുരുണ്ടുപോകും പടച്ചവനെ പേടിച്ചിട്ട്. അള്ളാഹുവിന്റെ ഈ വേദഗ്രന്ഥത്തിന്റെ മുമ്പിലിരുന്ന് പരിശുദ്ധ ഖുർആനിന്റെ ഈ പാരായണത്തിന്റെ സുഹൃതങ്ങളിലേക്ക് കണ്ണുവായിച്ചിരിക്കുമ്പോ ഹൃദയം അതിലേക്ക് ഇങ്ങനെ ഒഴുകിപ്പോകുമ്പോ തലീനു ജുലൂദുഹും, തൊലി അങ്ങ് ചുരുണ്ടുപോകും. തൊലിതന്ത്രങ്ങൾ ഓരോ സുഷിരങ്ങളിലും വിയർപ്പ് പൊടിയുന്നത് പോലെ രോമാഞ്ചം മുട്ടിട്ട് വരാൻ തുടങ്ങും. തലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാഹ്, ഹൃദയവും അള്ളാഹുവിന്റെ ദിക്റിലേക്ക് പോകും. എന്നിട്ട് അള്ളാഹു പറയാണ്, ദാലിക ഹുദല്ലാഹ്, അങ്ങനെ ഉണ്ടാവുമ്പോഴാണ് എന്തുണ്ടാവുള്ളൂ? ദാലിക ഹുദല്ലാഹ് യഹ്ദീ ബിഹി മൻ യശാ, അതുതന്നെയാണ് ഹുദ, അതുതന്നെയാണ് ഹുദ. അള്ളാഹുവിന്റെ വിശുദ്ധ ഗ്രന്ഥം ഓർക്കുകയും പാരായണം ചെയ്യുകയും അതിൽ രോമാഞ്ചമണിയുകയും അതിൽ ചിന്താനിർഭരമായിരിക്കുകയും ചെയ്യുന്നവന്റെ ഹൃദയത്തിലുണ്ടാകുന്ന മാറ്റമാണ് ഹുദ. ദാലിക ഹുദല്ലാഹ്, അതാണ് ഹുദ. യഹ്ദീ ബിഹി മൻ യശാ, അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അത് കിട്ടും. അതങ്ങ് കിട്ടിയവന് എല്ലാ മാറ്റങ്ങളും ഉണ്ടാവും. അവന്റെ ഹൃദയത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയുണ്ടാവും. അവനായിരുന്നു ഒരു കാലം സൃഷ്ടിച്ചത്, അല്ലേ? അവനെയാണ് അള്ളാഹു വിജയിപ്പിച്ചത്, അവനെയാണ് പടച്ചറബ് വിജയിപ്പിച്ചത്. നിങ്ങൾ ഓർക്കൂ, വേറൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ മുസ്ലിങ്ങൾക്ക്. ഇന്നെല്ലാം ഉണ്ടായിട്ട് പോലും നമ്മളിങ്ങനെ കൂട്ടത്തല്ലിന് വിധേയാകാണ്, അല്ലെ? കൂട്ടത്തല്ലിന് വിധേയാകാണ്. എവിടെ നിന്നൊക്കെയാ തല്ല് വരുന്നെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയിൽ അന്ന് കൂട്ടത്തല്ലിന് വിധേയമാകുമ്പോഴും നെഞ്ചുറപ്പോടെ നിൽക്കാൻ കഴിഞ്ഞു ആർക്ക്? മുസ്ലിങ്ങൾക്ക്. ശരീരത്തിൽ ഇരുമ്പ് കൊണ്ട് പഴുപ്പിച്ച ദണ്ടുകൾ കൊണ്ടുവച്ച് ശരീരത്തെ മാംസങ്ങൾ ഒലിച്ചിറങ്ങി പോകുമ്പോഴും അല്ലാഹ് എന്ന് പറയാൻ സാധിച്ചു മുസ്ലിങ്ങൾക്ക്. ഉരുകിയൊലിച്ച മാംസത്തുണ്ടുകൾ സാക്ഷിയാകുന്ന വിധം പരിശുദ്ധ കഅബത്തു ഷരീഫയിലേക്ക് ചാഞ്ഞിരുന്ന് എഴുന്നേറ്റു നിൽക്കാൻ പോലും കഴിയാതൊരു സഹാബി നബിയെ, എന്തൊരു വലിയ ഭീകരമായ പീഡനങ്ങളാണിത്, ഒന്ന് ദുആ ചെയ്താൽ അങ്ങയുടെ തമ്പുരാൻ ഇതിന് പരിഹാരം കാണില്ലേ എന്ന് ചോദിക്കുമ്പോഴും, ഏ ഖബ്ബാബ്, ഇതൊക്കെയും സഹിച്ചിട്ടാണ് ഈ പരിശുദ്ധതയിൽ നിലനിന്നത് എന്ന് പറഞ്ഞു സയ്യിദുനാ മുഹമ്മദ് റസൂൽ. സഹിക്കാനാവാതെ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു, അഫലാ തദ്ഉ ലനാ യാ റസൂലല്ലാഹ്, ഒന്ന് ദുആ ചെയ്യുമോ അങ്ങ്? അഫലാ തസ്തൻസിറു ലനാ യാ റസൂലല്ലാഹ്, ഒന്ന് സഹായിക്കാൻ വേണ്ടി തേടുമോ അങ്ങ്? എത്ര ഭീകരമാണിത് എന്ന് ചോദിക്കുകയായിരുന്നു. ശരീരത്തിൽ പഴിപ്പിക്കുന്ന അഗ്നി കൊണ്ടിങ്ങനെ ചുട്ടു പൊള്ളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സയ്യിദുനാ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അമ്മാർ റളിയല്ലാഹുവിന്റെ അരികത്തൂടെ നടന്നിട്ട് പറഞ്ഞത്, അല്ലാഹുവേ, ഇബ്രാഹീമിന്റെ അഗ്നിയെ തണുപ്പിച്ച തമ്പുരാനെ, അമ്മാറിന്റെ ശരീരങ്ങളിലേക്ക് ശത്രു ഒഴിച്ചുവിടുന്ന ഈ അഗ്നികളെ തണുപ്പിക്കാൻ നാഥാ, ഖുൽ യാ നാറു കുനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം എന്ന് പറഞ്ഞതുപോലെ ഈ അഗ്നിയെയും നീ തണുപ്പിക്കണേ എന്ന് ദുആ ചെയ്തു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര ക്രൂരമർദ്ദനങ്ങൾ! പക്ഷേ അവർ അപ്പോഴും എന്ത് പറഞ്ഞു? അല്ലാഹ് അല്ലാഹ്, അല്ലേ? എന്റെ പ്രിയപ്പെട്ടവർ, നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യം, ആ മർദ്ദനപ്പാടുകളിൽ നിന്ന് വളർന്നു വന്ന ഇസ്ലാം നമ്മളെ നമ്മളാക്കേണ്ടിയിരുന്നതിന് പകരം നാം മറ്റുള്ളവരുടെ പിന്നാലെ പോയപ്പോഴുണ്ടായി തീർന്നത് നമുക്ക് പോലും നമ്മുടെ ജീവിതം നഷ്ടപ്പെടുകയാണ്. എന്നിട്ടും നമ്മെ നമ്മുടെ പേര് കൊണ്ട് പോലും അറിയുമ്പോഴേക്കും ശത്രു കൂട്ടമായി നിന്ന് തല്ലുകയാണ്. നിങ്ങൾ എത്ര തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴും ശത്രു നിങ്ങളെ കൂട്ടത്തല്ല് തല്ലുകയാണ്. പിന്നെ എന്തിനാ ഇങ്ങനെ തൃപ്തിപ്പെടുത്തേണ്ടത്? എങ്ങനെ?
മതത്തിന്റെ മേൽവിലാസങ്ങളെ നശിപ്പിച്ചിട്ട് തൃപ്തിപ്പെടുത്തേണ്ട ഒരു കാര്യവും ആർക്കില്ല? മുസ്ലിങ്ങൾക്കില്ല. ശരിക്കും മനസ്സിലാക്കണം. എന്റെ പ്രിയപ്പെട്ട പെൺകുട്ടികൾ പ്രത്യേകിച്ചും ചിന്തിക്കണം. നിങ്ങൾ ഇനി ഈ ക്യാമ്പസിലാണെന്നുള്ള ബോധത്തോടുകൂടെ തന്നെ പറയട്ടെ, ഈ ക്യാമ്പസിൽ, അതായത് ഒരു മസ്ജിദിന്റെ ക്യാമ്പസിലാണ്. അതുകൊണ്ട് തന്നെ പറയാം, ഇടുങ്ങിയ വസ്ത്രധാരണാ രീതികൾ മാറ്റിയേ പറ്റൂ. അത് അള്ളാഹുവിന്റെ ദീനിന് പൊരുത്തപ്പെട്ടതല്ല. എങ്ങനെ കുട്ടികളെ നിങ്ങൾക്കത് സാധിക്കുന്നു? നിങ്ങൾ നിങ്ങളുടെ ഐഡന്റിറ്റിയെ നശിപ്പിക്കുകയാണ്. നിങ്ങളുടെ വ്യക്തിത്വത്തെ ഇല്ലായ്മ ചെയ്യുകയാണ്. നിങ്ങളുടെ വ്യക്തിത്വം ആയിഷയുടെയും ഫാത്തിമയുടെയും വ്യക്തിത്വത്തോട് ചേർത്തു വെക്കണം. അവിടെയാണ് മുഖകമലം ശരീരം മുഴുവൻ നനഞ്ഞിറങ്ങുന്ന പോലെ കണ്ണുനീര് വീഴ്ത്തിയിട്ട് സയ്യിദത്തുന ആയിഷത്തു സിദ്ദീഖ ലാ തബറജന തബറജൽ ജാഹിലിയത്തിൽ ഊല, സ്ത്രീകളെ നിങ്ങൾ ജാഹിലിയത്തിലെ പെണ്ണുങ്ങളെ പോലെ പ്രകടിപ്പിച്ച് നടക്കരുതേ എന്ന് പറയുന്ന ആയത്തിന്റെ മുമ്പിലിരുന്ന് കരഞ്ഞിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട കുട്ടികൾ, നിങ്ങൾ എന്റെ മക്കളെപ്പോലെ സഹോദരിമാരെ പോലെ ഒക്കെ ആകാവുന്ന പ്രായത്തിലുള്ളവരാണ്. നിങ്ങളുടെ ശരീരത്തിൽ കുടിച്ച വസ്ത്രങ്ങൾ ധരിക്കരുത്. നിങ്ങൾ ഇനിയും ലെഗിൻ ഇടരുത്. തീർച്ചയായും നിങ്ങളുടെ ശരീരങ്ങളിൽ കുടിച്ച വസ്ത്രങ്ങൾ ധരിപ്പിച്ച് നടക്കുന്നത് ആർക്കോ വേണ്ടിയാണ്, ആരുടെയോ കണ്ണിന്റെ ആനന്ദമാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ ആനന്ദമല്ല അത്. നിങ്ങൾ സ്വയം ധരിച്ചു പോകുന്നു, അത് ഒരു ഫാഷനബിൾ ഡ്രസ്സാണെന്ന് വരുന്നത് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുമെന്ന് ഇല്ല, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നുണ്ട്. ഏതോ കാമക്കണ്ണുകളിൽ ദാഹാർത്തി ഉണ്ടാക്കാൻ മാത്രമാണ് അത് ഉപകരിക്കുന്നുള്ളൂ. ഏതോ മനുഷ്യന്റെ ഹൃദയങ്ങളിൽ ഉടക്കുന്ന മോശമായ വികാരങ്ങൾക്ക് മാത്രമേ അത് കാരണമാകുന്നുള്ളൂ. അത് നിങ്ങളെ തന്നെയാണ് നശിപ്പിക്കുന്നതെന്നുള്ള ബോധമുണ്ടാകണം. നീ ഒരു പെണ്ണാകുന്നത് ധീരമായി ഞാൻ ഒരു മുസ്ലിമത്തായ പെണ്ണാണെന്ന് പറയുന്നിടത്താണ്. നിനക്ക് നിന്റെ വേഷത്തിൽ സയ്യിദത്തുന ആയിഷയെയും ഫാത്തിമയെയും പ്രതിഫലിപ്പിക്കാൻ കഴിയുമ്പോഴാണ്. അങ്ങനെ ജീവിതത്തെ, എന്റെ ഐഡന്റിറ്റി ഞാനൊരു മുസ്ലിമത്താണ്, എന്തു പറഞ്ഞാലും, നിങ്ങൾ എന്തു പറഞ്ഞാലും, നിങ്ങളൊരു മുസ്ലിമായിരിക്കുന്നിടത്തോളം കാലം നിങ്ങളെ മുസ്ലിം എന്ന ഗണത്തിൽ മാത്രമേ പെടുത്തുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കണം. എന്തു പറഞ്ഞാലും, എത്ര മതേതരത്വത്തെക്കുറിച്ച് പറഞ്ഞാലും, ഞാൻ മതേതര വിശ്വാസത്തെ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കുകയും അത്തരത്തിൽ തന്നെ അത് നിലനിൽക്കണമെന്ന് നിരന്തരം പറഞ്ഞുകൊണ്ട് നടക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അതായത് അവനവന്റെ വിശ്വാസങ്ങളായി നിലനിൽക്കേണ്ടതാണ് ഇന്ത്യയുടെ ഭരണഘടന നൽകുന്ന അവകാശവും അത് തന്നെയാണെന്നുള്ള ബോധ്യമുണ്ട്. പക്ഷെ അല്ലാത്തത്, സ്വന്തം ഉടുപ്പ് ഉരിഞ്ഞിട്ടല്ല മറ്റുള്ളവന്റെ സ്നേഹം പിടിച്ചുപറ്റാൻ ശ്രമിക്കേണ്ടത്. അവന്റെ വിശ്വാസത്തിന്റെ ഉടുപ്പും മേൽവിലാസവും വിറ്റുകളഞ്ഞിട്ടല്ല മറ്റുള്ളവന്റെ വിശ്വാസത്തിന്റെ പിന്നാലെ പോകേണ്ടത്. അങ്ങനെ പോകുന്നവനെ അള്ളാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെയാണ് പറഞ്ഞത്, ലതത്തബിഉന്ന സുബുല മൻ ഖബലക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവരുടെ വഴികൾ നിങ്ങൾ തുടരുക തന്നെ ചെയ്യും. ലാ അംബിലാഇൻ, മുഴത്തിനും മുഴം, ശിബ്രം ബി ശിബിരി, ചാണിന് ചാണായി നിങ്ങൾ അങ്ങനെ തുടരും. അങ്ങനെ തുടർന്ന് ഹതാലൗ ദഖലു ജുഹറ ലബ്ബിൻ, ഒരു ഉടുമ്പിന്റെ പൊത്തിലേക്കാണ് അവർ കയറുന്നത് എന്ന് വന്നാൽ സലക്ടു, നിങ്ങളും അവരുടെ പിന്നാലെ കൂടും. ഉടുമ്പിന്റെ പൊത്ത് എന്ന് പറയുന്നത് ഏറ്റവും ദുർഘടമായ ഒന്നാണ്, ഏറ്റവും ദുർഗന്ധപൂരിതമായ ഒന്നാണ്. അത്തരം ഒന്നിലേക്ക് കയറുന്നിടത്ത് എന്തുകൊണ്ട് താങ്കൾ ഇങ്ങോട്ട് കയറി എന്ന് ചോദിക്കാൻ പോലും ന്യായം തോന്നാതെ, ആ യുക്തിയെപ്പോലും അന്വേഷിക്കാതെ അയുക്തികമായ ഈ പിന്നാലെ നടന്നുകൊണ്ടേയിരിക്കും എന്നാണ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ അവരുടെ പിന്നാലെ പോകാൻ തുടങ്ങും. ഒരു ഉടുമ്പിന്റെ പൊത്തിലേക്ക് അവർ കയറിപ്പോയാൽ, ഉടുമ്പിന്റെ പൊത്തിന് എന്തിനാ അങ്ങനെ അള്ളാൻ റസൂൽ പറഞ്ഞു വെച്ചാൽ അത്ര കുടുങ്ങിയതാണ്. അതോടൊപ്പം തന്നെ അത് വളരെ ദുർഗന്ധമുള്ളതുമാണ്. അങ്ങോട്ട് കയറാൻ ഒരു കാര്യമില്ല, ഒരു ആവശ്യമില്ല. പക്ഷെ അങ്ങോട്ട് കയറണം, അതല്ലേ? അത്ര കുടുങ്ങിയതാണല്ലോ. ഏത് ഈ വലിച്ചിടുന്ന സാധനം അത്ര കുടുങ്ങിയതാണ്. ശരീരത്തിൽ എന്തിനാ ഇത്രമേൽ കടുപ്പവും ബലവുമുള്ള വസ്തുവിനെ ഇങ്ങനെ കുടുക്കി നിർത്തേണ്ടത്? നിങ്ങളുടെ ശരീരത്തെ അയച്ചിടലല്ലേ ഏറ്റവും നല്ലത്? അതല്ലേ ആരോഗ്യപരം? അതല്ലേ ശരീരശാസ്ത്രപരം? അതല്ലേ പ്രയോഗത്തിൽ ജീവിതത്തിലും ഏറ്റവും നല്ലത്? എന്നിട്ട് പോലും നിങ്ങൾ ആർക്കോ വേണ്ടി എന്ത് ചെയ്യുന്നു? ഏതോ കാമാർത്തനായ ക്രൂരമനുഷ്യന്റെ ഹൃദയങ്ങളിലേക്ക് പുതിയ വികാരങ്ങൾ ഉണ്ടാക്കിയെടുത്ത് ഞാൻ സുരക്ഷിതയല്ല എന്ന് 100 തവണ നിന്നെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്നു. അല്ലെ? അങ്ങനല്ലേ? ആർക്കാ സംരക്ഷിക്കാനാവുക നിങ്ങൾ നേരെയാകാതെ? എന്തേ നിരന്തരം ഉത്തരേന്ത്യയിൽ നിന്ന് ഇങ്ങനെ തന്നെ കേട്ടുകൊണ്ടിരിക്കുന്നു? ഞാൻ പെൺകുട്ടികൾ മാത്രം ചെയ്ത തെറ്റാണെന്ന് പറയുന്നില്ല, സമൂഹം മുഴുവൻ ചെയ്യുന്ന തെറ്റാണിത്. മുഴുവൻ ചെയ്യുന്ന തെറ്റാണ്.
ഈ മാധ്യമങ്ങൾ പെരുപ്പിച്ചു കാണിക്കുന്ന ഈ കുറ്റകൃത്യങ്ങളുടെ അളവുകൾ കൂടുന്തോറും ഇതൊരു സാമാന്യമായ നിയമമാണെന്ന് ധരിച്ചു പോവുകയാണ് മനഃശാസ്ത്രപരമായി സാമാന്യ മനുഷ്യൻ. അങ്ങനെയാണല്ലോ, നിരന്തരം ഒരു തെറ്റിങ്ങനെ ദിവസവും വായിക്കാണ്. അപ്പൊ ഇതൊരു പതിവുള്ള സംഭവം. എന്നാ പിന്നെന്താ, നമുക്കും ആയിക്കൂടെ എന്നാണ് അല്ലേ? അല്ലാഹു കാക്കുമാറാകട്ടെ. അങ്ങനെ ഞാൻ പറയണത്, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, ഈ ക്യാമ്പസിൽ നിങ്ങൾ നിർബന്ധമാണ് നിങ്ങളുടെ ശരീരത്തിലെ വസ്ത്രങ്ങളിൽ നിങ്ങൾ പൂർണ്ണമായും അള്ളാഹുവിന്റെ ദീനിന് പൊരുത്തമുള്ളതാക്കുക. അള്ളാഹുവിന്റെ ദീനിന് പൊരുത്തമുള്ളതാക്കുക. എന്തിനാണ് നിങ്ങൾക്ക് എന്ത് ലാഭമാണ് അത് നേട്ടിത്തരുന്നത്? ആരുടെയോ പ്രശംസയോ? അങ്ങനെയെങ്കിൽ ആ പ്രശംസകൾ അപ്പുറത്തും അവർ നിന്നെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് നീ ഒരു മുസ്ലിമാണെന്ന് തന്നെയാണ്. നീ നിന്റെ സമ്പൂർണ്ണ വിശ്വാസത്തിന്റെയും വസ്ത്രം ഉരിഞ്ഞു കൊടുത്താലേ എന്താവും? അവർക്ക് തൃപ്തിയാവും. അതുവരെയും നീ മുസ്ലിമാണ്. അതുവരെയും നീ മുസ്ലിമാണ്. മാരകമായ ശത്രുവാണെങ്കിൽ അവന്റെ കടാരമുനയിൽ നീ എപ്പോഴും ആര് തന്നെയാണ്? നീ മുസ്ലിം തന്നെയാണ്. അതുകൊണ്ടല്ല സ്നേഹം നേടേണ്ടത്. ശരിക്കും മുസ്ലിമായിട്ട് എന്തേ സ്നേഹിപ്പിക്കൂലോ? ശരിക്കും മുസ്ലിമായവർ, മഹാനായ ഹസൻ ബസ്രിയുടെ അയൽപ്പക്കത്ത് ജീവിച്ച ജൂതന് തന്റെ വീട് വിൽക്കാൻ നേരത്ത് അദ്ദേഹം ലോകത്തോട് പറഞ്ഞതെന്താ? എന്റെ വീടിന് വലിയ വിലയൊന്നുമില്ല, എന്റെ സ്ഥലത്തിനും വലിയ വിലയൊന്നുമില്ല, പക്ഷേ എന്റെ സ്ഥലവും എന്റെ വീടും ഇരിക്കുന്നത് ലോകത്തെ ഏറ്റവും പ്രമുഖനായ താബിഈങ്ങളിൽ പ്രമുഖനും പണ്ഡിതനും സൂഫിവര്യനും അന്ന് മുസ്ലിം ലോകം ഏറ്റവും കൂടുതൽ ആദരിക്കുകയും ചെയ്യുന്ന മഹാനായ ഹസനുൽ ബസ്രിയുടെ വീടിന്റെ അടുക്കലാണ് എന്റെ അയൽപ്പക്കം, എന്റെ വീട്. അതുകൊണ്ട് എന്റെ വീട് വാങ്ങാൻ വരുന്നവന് ഒരു കാര്യം കിട്ടും, ഹസനുൽ ബസ്രിയുടെ അയൽക്കാരനാകാനുള്ള യോഗ്യത ലഭിക്കും. അതുകൊണ്ട് എന്റെ വീടിന് കുറച്ച് കൂടുതൽ വില ഞാൻ ചോദിക്കുന്നു എന്ന് പറഞ്ഞ ജൂതൻ. അതാണ് സർട്ടിഫിക്കറ്റ് ആർക്കാ കൊടുത്തത്? ഹസനുൽ ബസ്രിക്കാൻ. ആരാ ഹസനുൽ ബസ്രി? ഏറ്റവും സമ്പൂർണനായ മുസ്ലിം. എന്നിട്ട് എന്താ കുഴപ്പം? ജൂതന് സ്നേഹിക്കാനേ കഴിയുന്നുള്ളൂ. നല്ല മുസ്ലിം സ്നേഹിക്കപ്പെടുക തന്നെ ചെയ്യും, ഒരു സംശയവും വേണ്ട. ഞാൻ പലപ്പോഴും അനുഭവങ്ങളിൽ പറയാറുള്ള ഒരു സംഭവം പറയാം. പഴയവരൊക്കെ കേട്ടാലും ക്ഷമിച്ചേക്കുക, പുതിയവർ ഒരുപാടുള്ളത് കൊണ്ട്. അതുകൊണ്ട് പറയാം, ഞാൻ ഈ സംസ്കൃതം പഠിച്ചതുകൊണ്ട് തന്നെ ഈ ആലുവയ്ക്കടുത്തുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഹിന്ദു സ്ഥാപനത്തിൽ പോയി. ആ ഹിന്ദു സ്ഥാപനത്തിന്റെ പ്രത്യേകത ശരിക്കും പറഞ്ഞാൽ അത് മാധവ്ജി സ്ഥാപിച്ച സ്ഥാപനമാണ്. മാധവ്ജി നിങ്ങൾ അറിയോ? അതായത് ഇന്ത്യയിലെ ഹൈന്ദവ ഫാസിസത്തിന് ദാർശനികമായ മാനം നൽകിയ ആളാണ് മാധവ്ജി. ലാൽകൃഷ്ണ അദ്വാനിയൊക്കെ ആഭ്യന്തര വകുപ്പ് ഉപപ്രധാനമന്ത്രിയുമൊക്കെ ആയിരുന്ന കാലത്ത് പലപ്പോഴും ഈ സ്ഥാപനം സന്ദർശിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ ആ സ്ഥാപനത്തിന്റെ സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലാവൂലേ? ഞാൻ ചെല്ലുമ്പോഴും അവിടെ ഡ്രില്ല് നടക്കുന്നുണ്ട്. അത്രയും പറഞ്ഞാൽ കാര്യം മനസ്സിലാവൂലേ? ആ സ്ഥാപനത്തിൽ ചെന്ന്, ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് അവിടെ അധ്യാപകനാണ്, എൻ്റെ കൂടെ പഠിച്ച ഒരു സുഹൃത്ത് അവിടെ അധ്യാപകനാണ്. അവിടെ ചെന്നു. അവിടെ ഓഫീസിൽ മാനേജറുടെ ഓഫീസിലേക്ക് ക്ഷണിച്ചു. ഞാൻ അവിടെ ചെന്നിരുന്നു. അദ്ദേഹം എന്നോട് ചോദിച്ചു, നിങ്ങൾ ഏത് സുന്നി വിഭാഗത്തിൽപ്പെട്ട ആളാണ്? അപ്പൊ ഞാൻ സമസ്തക്കാരനാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം ഏറ്റവും ആദ്യം ചോദിച്ച ചോദ്യം, നിങ്ങൾ കണ്ണിയത്ത് ഉസ്താദിനെ അറിയുമെന്നാണ്. ഞാൻ പറഞ്ഞു, കണ്ണിയത്ത് ഉസ്താദ് നബർ അല്ലാഹു മർഖദ, കണ്ണിയത്ത് ഉസ്താദിനെ അറിയുമെന്ന് പറഞ്ഞു. അപ്പോ അദ്ദേഹം അപ്പോഴേ പറഞ്ഞതൊരു കാര്യം, എന്റെ നാട്ടുകാരനാണ്. എന്താ? കണ്ണിയത്ത് ഉസ്താദ് എന്റെ നാട്ടുകാരനാണെന്ന് അഭിമാനത്തോടെ ആരാ പറയുന്നത്? മുസ്ലിങ്ങളോട് പാകിസ്ഥാനിലേക്ക് പോകണമെന്ന് പറയാൻ വരെ തന്റെ ഇടം കാട്ടിയ, അങ്ങനെ ഭരണഘടന പോലും അങ്ങനെ തിരുത്തണമെന്നും ഒരു സമഭാവനയുടെ ഒരു ദേശീയ സംസ്കാരത്തെക്കുറിച്ചൊക്കെ പറയാൻ തുടങ്ങുന്ന RSSന് വലിയ തരത്തിലുള്ള ആശയപരമായ ബന്ധമുള്ള ഒരു സ്ഥാപനത്തിന്റെ മാനേജറാണ് പറഞ്ഞത്, കണ്ണിയത്ത് ഉസ്താദ് എന്റെ നാട്ടുകാരനാണ്. ഞാൻ അഭിമാനത്തോടെ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ വല്ലാത്തൊരു മനുഷ്യനാണ്. അദ്ദേഹം നടന്നു വരുമ്പോ, ഞങ്ങളൊക്കെ ചെറുപ്പക്കാരാണ്, അന്ന് ഈ പാടത്ത് വരമ്പത്ത് അദ്ദേഹം ഇങ്ങോട്ട് നടന്നു വരുമ്പോ ഞങ്ങൾ ആലോചിച്ചു പോകുമായിരുന്നു, ഒന്ന് മാറാതെ നിന്നാലെന്താണ്, പക്ഷേ മാറേണ്ടി വന്നു പോകാണ് ആ മനുഷ്യൻ അടുത്തു വരുമ്പോ എന്ന്. ആ മനുഷ്യന്റെ വീട്ടിലേക്ക് റോഡ് വെട്ടിക്കൊടുത്തത് ആ നാട്ടിലെ ഹിന്ദു സഹോദരന്മാരാണ്. നിങ്ങൾ ആരെ പ്രീതിപ്പെടുത്താനാണ് കുട്ടികളെ? നിങ്ങൾ ആരെ പ്രീതിപ്പെടുത്താനാണ് നിങ്ങൾ സ്വയം ഇല്ലാതാവുന്നത്? നിങ്ങൾ ആരെ പ്രീതിപ്പെടുത്താനാണ്? ഇല്ല, ഞാൻ മനസ്സിലാക്കുന്നില്ല. ഞാൻ കോളേജ് ക്യാമ്പസിൽ പഠിച്ച ആളാണ്. ഞാൻ എന്റെ വലിപ്പം പറയാനല്ല, പക്ഷേ ഞാൻ എന്റെ ഈ വേഷത്തിൽ തന്നെയാണ് ശ്രീശങ്കര കോളേജിൽ 7 കൊല്ലം പഠിച്ചത്. 7 കൊല്ലം, അതായത് പ്രീ ഡിഗ്രി, ഡിഗ്രി,
PG. ഈ ദിവസങ്ങൾ ആരും എന്നെ നോക്കി പരിഹസിച്ചിട്ടില്ല. എന്നോട് ആദരപൂർവമല്ലാതെ ആരും നോക്കി കണ്ടിട്ടില്ല. നിങ്ങൾ ആർക്കു വേണ്ടിയാണ് നിങ്ങളുടെ വേഷം മാറ്റുന്നത്? നിങ്ങൾ ആർക്കു വേണ്ടിയാണ്? ആരുടെ പ്രീതിക്കാണ്? ഞാൻ എൻ്റെ സഹോദരിമാരോ മക്കളോ ആകാവുന്ന പ്രായത്തിലെ ഇപ്പോൾ നിങ്ങളുള്ളൂ എന്നതുകൊണ്ട് തന്നെ പറയട്ടെ, ആരുടെ പ്രീതിക്കാണ്? ആരുടെ പ്രീതിക്കാണ്? അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രീതിയോ? അഷ്റഫുൽ ഖൽക്കിന്റെ പ്രിയപ്പെട്ടവളായ സയ്യിദത്തുന ഫാത്തിമയും ഐഷയും പോലെയുള്ള അഭിവന്ദ്യരായ നമ്മുടെ നേതാക്കളായ നമ്മുടെ നേതൃമണികളായ വീരമഹിളാ മണികളുടെ ജീവിതത്തെയോ അതോ ഏതോ സിനിമ പേക്കോലങ്ങളെയോ ആരെയാ പിൻപറ്റേണ്ടത്? ആരെയാ പിൻപറ്റേണ്ടത്? നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആരാ കടന്നു വരേണ്ടത്? നിങ്ങൾക്കില്ല നാളെ ശുപാർശകനായി മുഹമ്മദ് നബി വരണമെങ്കിൽ നിങ്ങൾ രഞ്ജിനി ഹരിദാസിന്റെ പിന്നാലെ പോയാൽ കിട്ടൂല. അവിടെ ചെല്ലുമ്പോ എന്റെ ഫാത്തിമയുണ്ടായിരുന്നല്ലോ അനുകരിക്കാനെന്ന് അഷ്റഫുൽ ഖൽക്ക് ചോദിക്കണോ? അങ്ങനെ ചോദിക്കണോ? എന്റെ ആയിഷയുണ്ടായിരുന്നല്ലോ അനുകരിക്കാൻ, നിങ്ങൾക്ക് രഞ്ജിനി ഹരിദാസിനെ കിട്ടിയത് ഒന്നാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്തുത്തരം പറയാനാവും? അവിടെ നിങ്ങളുടെ കാല് തെറ്റുന്ന സുറാത്തിലൂടെ നടന്നു പോകുമ്പോൾ കൈപിടിക്കാൻ അഷ്റഫുൽ ഖൽക്കല്ലാതെ ആരാ നിങ്ങൾക്ക് കൂട്ടിനുണ്ടാവുക? അല്ലേ? അവിടെ കൈപിടിക്കാൻ മുഹമ്മദ് നബിയെ ഉണ്ടാവൂ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എല്ലാ ആർദ്രമായ വികാരത്തോടെയും പറയട്ടെ, നിങ്ങളിനി ഈ ക്യാമ്പസിൽ നിങ്ങൾ നിങ്ങളുടെ പിതാക്കളോടും മാതാക്കളോടും പറഞ്ഞോളൂ, നിങ്ങളുടെ ക്യാമ്പസ് ഇതാണ്. ഇനി 10 മാസം നിങ്ങൾ ഇവിടെയാണെങ്കിൽ ഇവിടെ നിങ്ങൾ തീർച്ചയായും അള്ളാഹുവിന്റെ ദീനിന് പൊരുത്തപ്പെട്ടതേ നിങ്ങളുടെ വസ്ത്രത്തിലും കാണിക്കാവൂ. നിങ്ങൾ അങ്ങനെ നടന്നതിന്റെ പേരിൽ ആരും നിങ്ങളെ മുസ്ലിം തീവ്രവാദിയായ സ്ത്രീയാണെന്ന് പറയില്ല. പറഞ്ഞവനെ തിരുത്തേണ്ടി വരും, പറഞ്ഞവർ തിരുത്തും, സംശയിക്കണ്ട. നല്ല മുസ്ലിം, ഞാൻ പറഞ്ഞില്ലേ, കണ്യത്ത് അഹമ്മദ് മുസ്ലിയാർ ഇത് പറഞ്ഞ മനുഷ്യനാണ്. പക്ഷേ കണ്യത്ത് അഹമ്മദ് മുസ്ലിയാരുടെ വരമ്പത്തുനിന്ന് മാറി നിൽക്കേണ്ടി വരുന്നത്, ഒരു RSS വികാരമുള്ള ഒരു മനുഷ്യൻ എങ്ങനെ മാറി നിൽക്കേണ്ടി വരുന്നത് കണ്യത്ത് ജീവിതത്തിൽ പ്രതിനിധാനം ചെയ്ത ഇസ്ലാമിന്റെ വലിപ്പാണ്. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഞങ്ങൾക്ക് ആ മനുഷ്യൻ വല്ലാത്തൊരു പ്രകാശമാണ് തന്നിട്ടുള്ളത് എന്ന് ഇത്തരം ചിന്തകളുള്ള ആളുകൾ തന്നെ പറയേണ്ടി വരുന്നത് ആ മനുഷ്യൻ പ്രതിനിധാനം ചെയ്യുന്ന ഒരു പ്രഭയുടെയും ആ മനുഷ്യൻ പ്രതിനിധാനം ചെയ്യുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിന്റെയും വലിപ്പാണ്. ആ മനുഷ്യൻ തൊപ്പിയിട്ടിട്ടും ശുഭ്രവസ്ത്രം ധരിച്ചു നടന്നിട്ടും ആ മനുഷ്യന്റെ നേരെ നോക്കി തീവ്രവാദി എന്ന് വിളിക്കാൻ ധൈര്യം കിട്ടാതെ പോയത് ജീവിതം അങ്ങനെ സമർപ്പിക്കുമ്പോഴാണ്. നിങ്ങൾ അങ്ങനെ ജീവിച്ചോളൂ. ഞാൻ പറഞ്ഞില്ലേ, 7 കൊല്ലം അങ്ങനെ എനിക്ക് ക്യാമ്പസിൽ ഒരിക്കലും ഒന്നും കിട്ടിയിട്ടില്ല. തിരിച്ചു കിട്ടി. അതിനു പകരം ഓരോ ദിവസവും വന്ന് പല അധ്യാപകരും ഇങ്ങനെ വണങ്ങിയും നമസ്കരിച്ചും ആദരിച്ചും പോകുന്നത് ഞാൻ അഭിമാനത്തോടെ കണ്ടു. എന്തേ കാരണം? നമ്മുടെ വേഷം പോലെ തന്നെ അത് ജീവിതമാക്കാനും കൂടി ശ്രമിച്ചാൽ. അതുകൊണ്ട് എന്റെ സഹോദരിമാർ, പ്രത്യേകിച്ചും എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളും, നിങ്ങളുടെ കണ്ണങ്കാലിന്റെ താഴേക്ക് പോകുന്ന വസ്ത്രങ്ങൾ മാറ്റി പരിശുദ്ധ ഖുർആനിന്റെ മുമ്പിലിരിക്കുമ്പോഴെങ്കിലും തലമറച്ച് അള്ളാഹുവിന്റെ ദീൻ പഠിക്കാനുള്ള ബോധത്തോടെ ഇരുന്നാൽ തഖ്ശൈറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും, ഹൃദയത്തിലേക്ക് ഇതിങ്ങനെ കുളിരായി പെയ്യും. ഹൃദയത്തിലേക്ക് ഇതിങ്ങനെ ഒരുതരം ഹർഷമായി ആഹ്ലാദമായി പെയ്യും. ദാലിക ഹുദല്ലാഹ്, അതാണ് ഹുദ. ഉമർ ബിൻ ഖത്താബിനെ പോലെയുള്ള ക്രൂര മനസ്സുകളെ പോലും ഒരു ആട്ടിൻകുട്ടിയുടെ മുമ്പിലിരുന്ന് കരയാൻ കഴിയുന്ന മനസ്സിലേക്ക് മാറ്റിയ പരിശുദ്ധ ഖുർആൻ. അല്ലെ? ഒരാട്ടിൻകുട്ടിയെങ്ങാനും എന്റെ ഭരണകാലത്ത് അതിന്റെ കാലുവഴുതി നദിയിൽ വീണാൽ എന്റെ റബ്ബിന്റെ മുമ്പിൽ ഞാൻ എന്ത് പറയണമെന്ന് ചോദിക്കുന്ന വിധം, ഒരു രാത്രി പോലും ഉറങ്ങാതെ തന്റെ ഭരണത്തണലിൽ ജീവിക്കുന്നവരുടെ സുഖൈശ്വര്യങ്ങളെ കുറിച്ച് ആലോചിച്ച് ദിവസവും രാത്രി എന്റെ നാഥന്റെ മുമ്പിൽ നാളെ മഹ്ശറയിൽ ഞാൻ എന്ത് മറുപടി പറയണം എന്ന് ചിന്തിച്ച് പേടിച്ചു കരഞ്ഞു നടന്നയാൾ, ഒരു ദിവസം പോലും ചോര കാണാതെ ഉറങ്ങാതിരുന്ന ഉമറിന് ഒരു ദിവസം പോലും ഒരു ചോരത്തുള്ളി ഭൂമിയിൽ അനധികൃതമായി വീണാൽ എന്റെ നാഥന്റെ മുമ്പിൽ, എന്റെ തമ്പുരാന്റെ മുമ്പിൽ ഞാൻ എന്ത് പറയണം എന്നാലോചിച്ച് കരഞ്ഞു തീർക്കേണ്ടി വന്നിട്ടുള്ള കാലങ്ങളെ ആലോചിക്കുമ്പോൾ ഈ ഖുർആനാണ് ആ മാസ്മരിക പ്രഭാവത്തിലേക്ക് എത്തിച്ചതെന്നുള്ള ബോധ്യമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരും സഹോദരിമാരും ഉൾക്കൊള്ളേണ്ടത്. അതുകൊണ്ട് ഞാൻ ഏറ്റവും ആദ്യം പറയുന്നു, വസ്ത്രം പ്രധാനം. നിങ്ങളത് മാറ്റിയേ പറ്റൂ. ഏത് വസ്ത്രം? നിങ്ങൾക്ക് ദീൻ പഠിപ്പിച്ചു തരാത്ത വസ്ത്രം. എന്തുകൊണ്ട്? നിങ്ങളുടെ മാതാപിതാക്കളെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാൻ ഇബ്ലീസ് ഏറ്റവും ആദ്യം പിടിച്ചത് എവിടെയാണ്? വസ്ത്രത്തിലാണ്.
അതെ, വസ്ത്രത്തിന് നിങ്ങൾ ഡ്രസ് കോഡുകളിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഡ്രസ് കോഡ് പ്രധാനമാകുന്നതും. അതുകൊണ്ടാണല്ലോ യാ ബനീ ആദം ലാ യഫ്തിനന്നകുമുശ് ശൈത്താനു കമാ അഖ്റജ അബവൈകും മിനൽ ജന്ന യൻസിഉ അൻഹുമാ ലിബാസഹുമാ ലിയുരിയഹുമാ സൗആതിഹിമാ. ഹേ മനുഷ്യപുത്രരെ, ഹേ ആദമിന്റെ മക്കളെ, നിങ്ങൾ പിശാച് കൊണ്ട് ഫിത്നയിലാകരുത്. നിങ്ങളെ പിശാച് പിഴപ്പിച്ചേക്കരുത്. എങ്ങനെയാ പിഴപ്പിച്ചത്? കമാ അഖ്റജ അബവൈകും മിനൽ ജന്ന, നിങ്ങളുടെ മാതാപിതാക്കളെ അവൻ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയതുപോലെ. എങ്ങനെ പുറത്താക്കിയത്? യൻസിഉ അൻഹുമാ ലിബാസഹുമാ, അവൻ ഇവ രണ്ടുപേരുടെയും വസ്ത്രം ഉരിയുകയായിരുന്നു. വസ്ത്രം ഉരിഞ്ഞു. എന്തിനാ ഉരിഞ്ഞത്? ലിയുരിയഹുമാ സൗആതിഹിമാ, അവരുടെ ഈ ഗുഹ്യഭാഗങ്ങളെ കാണും വിധം, അവരുടെ ഔറത്തുകൾ കാണും വിധം, മോശമായ ഭാഗങ്ങളെ കാണും വിധം, അങ്ങനെ അവരുടെ നഗ്നതയെ കാണിച്ചിട്ടാണ് അവൻ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത്. അതുകൊണ്ട് വസ്ത്രം സൂക്ഷിക്കണേ എന്നാണ് അള്ളാഹുവിന്റെ വസിയത്ത്. വസ്ത്രം സൂക്ഷിക്കണം. നിങ്ങൾ വസ്ത്രത്തിൽ കൂടുതൽ പണിതാൽ നിങ്ങൾ സ്വർഗത്തിൽ നിന്നാകും പുറത്താകും. അള്ളാഹുവിന്റെ മുന്നറിയിപ്പാണ്. കമാ അഖ്റജ അബവൈകും മിനൽ ജന്ന, നിങ്ങളെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി നിങ്ങളുടെ ഉമ്മാനെ വാപ്പാനെ. അതുകൊണ്ട് ആ സ്വർഗത്തിൽ കയറാൻ എന്ത് വേണം? അല്ലാഹ് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കണം. അല്ലാഹ് ഇഷ്ടപ്പെട്ട വസ്ത്രം, അല്ലാഹ് പറഞ്ഞ പ്രകാരം വസ്ത്രം ധരിക്കണം. അങ്ങനെ ധരിച്ചിട്ടേ ജീവിക്കാൻ സാധിക്കും. അങ്ങനെ ധരിച്ചതിന്റെ പേരിൽ ഒന്നും സംഭവിക്കാല്ല. നിങ്ങളൊരു കാര്യം ആലോചിക്കൂ, ഇത് ഇന്ത്യ രാജ്യമല്ലേ? എന്തൊക്കെ പറഞ്ഞാലും ഈ രാജ്യത്തിനൊരു വലിപ്പമുണ്ട്. ഇവിടെ അവനവന്റെ വസ്ത്രം ധരിക്കാൻ, അവനവന്റെ ആശയം പറയാൻ, അവനവന്റെ വിശ്വാസത്തെ നിലനിർത്താൻ, അവനവന്റെ ആചാരങ്ങളെ നിലനിർത്താൻ സാധിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. If there is any minority culture which wants to preserve its culture, script and language, the state shall not impose upon it any culture which may be locals or otherwise എന്ന് പറയാൻ ലോകത്തൊരു രാജ്യത്തിനും തന്റെ ഇടമില്ല, അത് ഇന്ത്യക്കല്ലാതെ. എന്ന് പറയാൻ ലോകത്തൊരു രാജ്യത്തിനും തന്റെ ഇടമില്ല, ഇന്ത്യക്കല്ലാതെ. ഒരു ന്യൂനപക്ഷം അവരുടെ സംസ്കാരം നിലനിർത്താൻ, ഭാഷ സംരക്ഷിക്കാൻ ആലോചിച്ചാൽ the state shall not impose upon it, രാജ്യം അവരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ പാടില്ല. എനി കൾച്ചർ, ഒരു സംസ്കാരത്തെയും, വിച്ച് മേ ബി ലോക്കൽസ്, അത് പ്രാദേശികമാകാം അല്ലെങ്കിൽ പരദേശീയമാകാം, മറ്റൊരു ദേശത്തു നിന്ന് വന്നതാകാം, എവിടെ നിന്ന് വന്നോട്ടെ, ഒരു സമൂഹത്തിന്റെ സംസ്കാരത്തിന്റെ മേൽ മറ്റൊരു സംസ്കാരത്തെ അടിച്ചേൽപ്പിക്കാൻ ഇന്ത്യക്ക്, ഇന്ത്യയുടെ ഭരണഘടനാ പ്രകാരമുള്ള ഭരണകൂടത്തിന് അവകാശമില്ല. അപ്പൊ നമ്മളൊരു കാര്യം തീരുമാനിക്കുക, നമ്മുടെ വേഷത്തിലും ഭാവത്തിലും ഞാൻ മുസ്ലിം. അങ്ങനെ ജീവിച്ചതിന്റെ പേരിൽ ഒരു അമുസ്ലിമിനും വെറുപ്പ് തോന്നാനും പാടില്ലതാനും. എന്തുകൊണ്ട് പാടില്ല? നമ്മളങ്ങനെ ജീവിച്ചവരുടെ മാതൃകകൾ പിൻപറ്റിയവരാണ്. സൈനുദ്ദീൻ മഖ്ദൂമിന് തന്റെ ശിഷ്യന്മാരായ കുഞ്ഞാലി മരക്കാരന്മാരെ സാമൂതിരി രാജാവിന് വേണ്ടി ഹോമിക്കാൻ കഴിയുമായിരുന്നു, അല്ലെ? സാമൂതിരിയുടെ 4ാമത്തെ കുഞ്ഞാലി മരക്കാരൻ ചെന്ന് നിന്ന് സാമൂതിരി പറഞ്ഞു, പോർച്ചുഗൽ രാജാവിന്റെ ഗവർണറുടെ മുമ്പിൽ നീ നിന്റെ ഉടവാൾ കൊണ്ടുപോയി വെക്കണമെന്ന് പറഞ്ഞപ്പോ സാമൂതിരി രാജാവിനോട്, അന്ന് സന്ധി ചെയ്തു പോയ, ചരിത്രത്തിലെ ഒരു വിഡ്ഢിത്തം ചെയ്തു പോയ സാമൂതിരിയോട്, അങ്ങ് എന്റെ തമ്പുരാനാണ്, അങ്ങ് എന്റെ രാജാവാണ്, അങ്ങയുടെ മുമ്പിൽ എന്റെ ഈ ഉടവാൾ സമർപ്പിക്കാൻ എനിക്ക് മനസ്സുണ്ട്. പക്ഷേ അങ്ങയെ പോലും ചതിക്കാൻ വേണ്ടി വന്നിട്ടുള്ള ഗവർണർ ഈ പോർത്തുഗൽ രാക്ഷസന്റെ മുമ്പിൽ എന്റെ ഉടവാൾ സമർപ്പിക്കണമെന്ന് അങ്ങ് പറയരുത് എന്ന് കെഞ്ചി കുഞ്ഞാലിമരക്കാരുടെ പടയാളികൾക്ക് വേണമെങ്കിൽ സാമൂതിരി രാജാവിന്റെ ഭരണം പോലും അസ്തമിപ്പിക്കാൻ സാധിക്കുന്ന ശക്തിവിശേഷം ഉണ്ടായിരുന്നു. പക്ഷേ ചതിയിൽ സാമൂതിരിയെ ചതിച്ചിട്ട് സാമൂതിരിയുമായി സന്ധി ചെയ്തു ഗവർണർ. എന്നിട്ട് ഗവർണർ പറഞ്ഞു, കുഞ്ഞാലിയുടെ വാൾ എന്റെ മുമ്പിൽ വപ്പിക്കണം. കുഞ്ഞാലിയുടെ വാള് കയ്യിൽ പിടിച്ചാൽ കുഞ്ഞാലി ആരാണ്? എനിക്ക് പേടിയുള്ള ആളാണ്. അതെ, ഈ കുഞ്ഞാലിമാരാണ് ഇന്ത്യയെ സംരക്ഷിച്ചത്. ടിപ്പുവിന്റെ ശരീരത്തിൽ ചവിട്ടി നിന്നപ്പോഴാണ് ബ്രിട്ടീഷുകാരൻ പറഞ്ഞത്, ഫ്രം ടുഡേ ഇന്ത്യ ഈസ് അവേഴ്സ്. ഇന്നാണ് നമുക്ക് ഇന്ത്യ സ്വതന്ത്രമായി നമ്മുടെ കയ്യിലായിട്ടുള്ളൂ. ധൈര്യമായി ഇന്ത്യയിൽ ഭരണം നടത്താൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഇയാൾ മരിക്കണം. ഇയാളുടെ ശരീരം, ജീവനില്ലാത്ത ശരീരം ചവിട്ടി നിന്നിട്ടാണ് ബ്രിട്ടീഷ് മഹാസാമ്രാജ്യം സൂര്യനസ്തമിക്കാത്ത ഒട്ടേറെ കോളനികൾ തങ്ങളുടെ കീഴിലാക്കിയിട്ടുള്ള ഒരുപാട് രാഷ്ട്രങ്ങളുടെ അധിപന്മാരായി നിന്നുള്ള ബ്രിട്ടീഷ് സാമ്രാജ്യം ഈ മനുഷ്യന്റെ കാലിൽ ചവിട്ടി നിന്നിട്ട് പറഞ്ഞു, ഫ്രം ടുഡേ ഇന്ത്യ ഈസ് അവേഴ്സ്.
ഇന്ന് മുതൽ നമുക്ക് ഈ രാജ്യം സ്വന്തമാണ്. എന്തുകൊണ്ട്? ടിപ്പു മരിച്ചു. ടിപ്പു മരിച്ചപ്പോഴേ ആ ധൈര്യം പറയാൻ സാധിച്ചിട്ടുള്ളൂ. ടിപ്പുവിന്റെ ശരീരം ചലിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ പോയി ആ കഴുത്തിൽ നിന്ന് രത്നമോതിരം വലിച്ചെടുക്കാൻ ശ്രമിച്ചപ്പോഴേക്കും ചലനം നിർത്താതിരുന്ന ശരീരത്തിൽ നിന്ന് ഒരൊറ്റ വീശി എന്നാണ് ബ്രിട്ടീഷ് പട്ടാളക്കാരൻ തല കൊയ്ത് വീണു അവിടെ. അങ്ങനെയാണ് ടിപ്പു ആ ശരീരത്തിൽ ജീവനുണ്ടോ എന്ന് കുത്തു നോക്കിയിട്ടാണ് ആ കാലിൽ ചവിട്ടി നിന്ന് ബ്രിട്ടീഷ് മഹാസാമ്രാജ്യത്തിന്റെ ഗവർണർക്ക് ഫ്രം ടുഡേ ഇന്ത്യ സവേഴ്സ് എന്ന് പറയാൻ കഴിഞ്ഞുള്ളൂ. അത് തന്നെയാണ് കുഞ്ഞാലി മരക്കാർ ഗവർണറുടെ മുമ്പിൽ കൊണ്ടുപോയി വക്കു കുഞ്ഞാലി എന്ന് പറയുമ്പോ, ഇല്ല, അങ്ങയുടെ മുമ്പിൽ വെക്കാൻ ഞാൻ തയ്യാറാണ്, പക്ഷേ ഗവർണറുടെ മുമ്പിൽ വെക്കാൻ എനിക്ക് മനസ്സില്ല എന്ന് പറയുമ്പോഴും വക്കു കുഞ്ഞാലി എന്നാവശ്യപ്പെട്ടപ്പോ കുഞ്ഞാലി കൊണ്ടുപോയി സാമൂതിരിയുടെ കാൽക്കൽ വെച്ചു കൊടുത്തു. ആ വാള് കയ്യിൽ പിടിച്ചിട്ടാണ് ശരീരം കെട്ടി ബന്ധനസ്ഥനാക്കി ഗവർണർ, അതായത് ചതിക്കപ്പെട്ടുപോയ സാമൂതിരി നോക്കി നിൽക്കെ കൊണ്ടുപോയി കഷ്ണം കഷ്ണമായി കുഞ്ഞാലി മരക്കാരുടെ ശരീരം അറബിക്കടലിലേക്ക് തള്ളി. അങ്ങനെ ആയിരങ്ങൾ മരിച്ചു വീണതിന്റെയും ആയിരങ്ങളുടെ ചോരയുടെയും കഥ പറയും ഈ അറബിക്കടൽ. 400ഓളം വരുന്ന ഹാജിമാർ കുഞ്ഞുങ്ങളും പെണ്ണുങ്ങളും തിരിച്ചു വരുമ്പോ ആ കപ്പലങ്ങ് കത്തിച്ചിട്ട് വാസ്കോഡ ഗാമ മറ്റൊരു കപ്പലിൽ നിന്ന് രാക്ഷസീയമായി ചിരിച്ചു എന്നാണ്. അത്ര ഭീകരതകൾ കാണിക്കാൻ കാരണം ഈ മുസ്ലിം അവന്റെ മണ്ണിലേക്ക് കടന്നുവന്ന് സാമൂതിരിയുടെ മണ്ണിൽ കടന്നുവന്നവനെതിരായി യുദ്ധം ചെയ്യാൻ തയ്യാറായി എന്നതുകൊണ്ടാണ്. തലയെക്കെട്ട് കെട്ടിയ സൈനുദ്ദീൻ മഖ്ദൂം അവന് പഠിപ്പിച്ചു കൊടുത്തത് ഹൃദയവികാരങ്ങളിലേക്ക്, അവന്റെ ബോധങ്ങളിലേക്ക് പഠിപ്പിച്ചു കൊടുത്തത് എന്റെ രാജ്യം എന്ന ബോധമാണ്. എന്റെ രാജ്യത്തിന്റെ ഭരണകൂടത്തിന്റെ തിരുമേനിയായിരിക്കുന്ന സാമൂതിരി രാജാവ് എന്റെ രാജാവാണെന്ന ബോധമാണ്. ആ ബോധം ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ, കേരളത്തിൽ ജീവിക്കുമ്പോൾ നമുക്കൊക്കെ ഉണ്ടാകണം. പക്ഷേ നാമൊക്കെ മുസ്ലിങ്ങളാകണം. ഞാൻ 100 വട്ടവും എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോട് പറയുന്നു, നിങ്ങളുടെ വേഷങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന് ഇഷ്ടപ്പെട്ടതാക്കുക. നിങ്ങളുടെ വേഷങ്ങളിൽ നിങ്ങൾ സ്വയം ആലോചിച്ചാൽ മതി, മനസ്സാക്ഷിയോട് ചിന്തിച്ചാൽ മതി. എന്റെ വേഷം ഒരു മുസ്ലിമായ പെണ്ണിന്റെ വേഷമല്ലെങ്കിൽ അത് മാറ്റണം. അങ്ങനെ മാറ്റി നിങ്ങൾ അങ്ങനെ അള്ളാഹുവിന്, അവന്റെ റസൂലിന് നാളെ ആ ശഫാഅത്ത് കിട്ടണ്ടേ? വേറെങ്ങും പോയിട്ട് കാര്യമില്ലല്ലോ. ആ ശഫാഅത്ത് കിട്ടണ്ടേ? അവിടെ ചെല്ലുമ്പോ നീ മുസ്ലിമായി ജീവിക്കാൻ നിന്റെ വേഷമെങ്കിലും അതെങ്കിലും നിനക്ക് മാറ്റിക്കൂടായിരുന്നു എന്ന ചോദ്യത്തിന്റെ മുമ്പിൽ എന്തു പറയാൻ സാധിക്കും? നമുക്ക് തെറ്റു ചെയ്യാം, ലൈസൻസ് അല്ലാട്ടോ, തെറ്റു ചെയ്തേക്കാം. ആ തെറ്റുകൾ മുഹമ്മദ് നബി പുറത്തേക്ക് സ്വല്ലല്ലാഹു. പക്ഷേ നീ മുസ്ലിമാണെന്ന് പറയാൻ കാണിക്കാത്ത തന്റേണം അഷ്റഫുൽ ഖൽഖ് പൊറുക്കൂല. മനസ്സിലായോ? തെറ്റ് സംഭവിച്ചേക്കാം, അല്ലേ? തെറ്റു സംഭവിച്ചേക്കാം. പക്ഷേ ഞാനൊരു മുസ്ലിമാണെന്ന് പറയാൻ കാണിക്കുന്ന തന്റേടം ഉണ്ടല്ലോ, ആ തന്റേടത്തിന് മാർക്കുണ്ട്. അതുകൊണ്ട് ആ തന്റേടം ആർക്കും എതിരാവരുത്. ആ തന്റേടം നന്മക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ആ നിലക്ക് നിങ്ങൾ അതിനെ കൂട്ടിച്ചേർക്കണം എന്ന് എന്റെ പ്രിയപ്പെട്ട പുതിയ ഈ ക്ലാസ്സുകളിലേക്ക് വന്നിട്ടുള്ള സഹോദരിമാരോടും സഹോദരന്മാരോടും പ്രത്യേകിച്ച് ഞാൻ ഉണർത്താണ്. അള്ളാഹു അതിന് തൗഫീഖ് തരുമാറാകട്ടെ. അതുകൊണ്ട് ഈ ഗ്രന്ഥം നമ്മളിങ്ങനെ നോക്കിപ്പോകാൻ ഇന്ന് കുറച്ചങ്ങനെ പോകേണ്ടത് ഈ ക്ലാസിന്റെ മുഖവുരയുടെ ആവശ്യമായതുകൊണ്ടാണ്. ഒന്നോതല്ലേ? أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم 20 അല്ലേ? ഇല്ലല്ല, 20ാമത്തെ ആയത്ത് കൊണ്ട് തുടങ്ങും. أمن هذا الذي هو جند لكم ينصركم من دون الرحمن إن الكافرون إلا في غرور أمن هذا الذي يرزقكم إن أمسك رزقه بل لجوا في عتب منثور أفمن يمشي مكبا على وجهه أهدى أمن يمشي سويا على صراط مستقيم قل هو الذي أنشأكم وجعل لكم السمع والأبصار والأفئدة قليلا ما تشكرون
ഖുൽ ഹുവല്ലദീ ദറഅകും ഫിൽ അർളി വഇലൈഹി തുഹ്ശറൂൻ വയഖൂലൂന മതാ ഹാദൽ വഅദു ഇൻ കുൻതും സാദിഖീൻ ഖുൽ ഇന്നമൽ ഇൽമു ഇൻദല്ലാഹി വഇന്നമാ അന നദീറുൻ മുബീൻ فلما رأوه زلفة سيئت وجوه الذين كفروا وقيل هذا الذي كنتم به تدعون قل هو الرحمن آمنا به وعليه توكلنا فستعلمون من هو في ضلال مبين قل أرأيتم إن أصبح ماؤكم غورا فمن يأتيكم بماء معين صدق الله. നമ്മൾ കടന്നു വന്നത് ഈ അധ്യായത്തിന്റെ പ്രത്യേകതയും ഈ അധ്യായം നേരത്തെ മുതൽ പറഞ്ഞു തുടങ്ങുന്നത് എന്താണ്? ഈ പ്രപഞ്ചത്തിന്റെ അത്ഭുതങ്ങളെ കുറിച്ചാണ് അല്ലെ? ആകാശത്തും ഭൂമിയിലുമുള്ള അത്ഭുതങ്ങൾ. അത് അള്ളാഹുവിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു വഴിയാക്കി അള്ളാഹു ഈ ആയത്തുകൾ മുഴുവനും ഇങ്ങനെ പറഞ്ഞു തരികയാണ്. അതായത് ഈ ഭൂമിയിൽ കാണുന്നതും ആകാശത്തു കാണുന്നതുമായ അത്ഭുതങ്ങൾ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാണ്. അതൊക്കെ ആലോചിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവർക്ക് എന്തു പറഞ്ഞാലും അവസാനം ഇതിനെയൊക്കെ നിയന്താവായ ഒരു ഉടമസ്ഥനെ കുറിച്ച് പറയാതിരിക്കാൻ നിർവാഹമില്ലാതെ പോകും. എന്തു പറഞ്ഞാലും, എന്തു പറയുമ്പോഴും ഈ ശാസ്ത്രീയമായ പഠനങ്ങൾ പോലും അവസാനം എവിടെ എത്തിച്ചു ചെല്ലും? എന്തുകൊണ്ടാണ് ശാസ്ത്രം? അങ്ങനെ ആലോചിച്ചാൽ പോരെ, എന്താ ശാസ്ത്രം? നിങ്ങൾ അമേരിക്കയിൽ ഒരു പ്രത്യേക ശാസ്ത്രവും കേരളത്തിൽ മറ്റൊരു ശാസ്ത്രവും കാണുന്നുണ്ടോ? ഒരു വിഷയത്തിൽ അവിടെയൊക്കെയും ഒരൊറ്റ കണക്കാണ്. അതിനാണല്ലോ ശാസ്ത്രം എന്ന് പറയുന്നത്. നിങ്ങൾ ഇവിടെ ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ അത് ഇന്നതാണ് കാരണമെന്ന് പറയുന്നതും, അത് അമേരിക്കയിൽ ചെന്നാലും അതിന് തന്നെ അങ്ങനെ തന്നെയാണ് കാരണം പറയേണ്ടത്. വ്യത്യസ്ത കാരണങ്ങളാണെങ്കിൽ അതെന്തല്ല? അത് സയൻസ് അല്ല, അത് ഊഹാപോഹമാണ്, സയൻസ് അല്ല. സയൻസ് തന്നെയും ഒരു അനുമാനമാണ്, എന്നാൽ പോലും അത് തന്നെയും ഒരു അസംഷനാണ് അല്ലെ? നിങ്ങൾ ഇന്ന് കണ്ടെത്തിയത് തന്നെ നാളെ കണ്ടെത്തണമെന്നുമില്ല. നിങ്ങൾ ഇന്ന് കണ്ടെത്തിയത് തിരുത്താം അല്ലെ? അതുകൊണ്ടാണ് ഒരു തവണ നവഗ്രഹങ്ങളിൽ ഒന്നിനെ പുറത്താക്കി പിന്നെ അകത്താക്കിയത്. എന്താ കാരണം? അപ്പോ കണ്ട മാനദണ്ഡവും പിന്നെ കണ്ട മാനദണ്ഡവും തെറ്റിയത് കൊണ്ടാണ്. മനസ്സിലായില്ലേ അല്ലെ? നവഗ്രഹങ്ങളിൽ നിന്ന് ആരെ പുറത്താക്കി? ഒരിക്കൽ പ്ലൂട്ടോയെ പുറത്താക്കി, പിന്നെ വീണ്ടും അകത്താക്കി. എന്താ കാരണം? അതിന്റെ മാനദണ്ഡങ്ങളെ കുറിച്ചുള്ള സംശയങ്ങൾ ശാസ്ത്രലോകത്ത് പടർന്നു വന്നതുകൊണ്ടാണ്. അപ്പോ ശാസ്ത്രത്തിന് അതിന്റെ ഒരു അനുമാനത്തിനപ്പുറത്തേക്ക് പോകാനില്ല. എന്നാലും ശാസ്ത്രം എന്തു പറയുന്നുണ്ട്? ഇങ്ങനെ ഒരു കൃത്യമായ മാനദണ്ഡം വരച്ചു വച്ചിട്ടുണ്ട്. ആ വരച്ചതിലേക്ക് എടുത്തു വച്ചാൽ ഇന്നതാണെന്ന് പറയാൻ കഴിയുന്നിടത്താണ് അത് ഇന്നതാണെന്ന് പറയാം. അപ്പോ ഓൾ തിങ്സ് ആർ ഡിഫൈൻഡ് അല്ലെ? എല്ലാം എന്തു ചെയ്യപ്പെട്ടു? എല്ലാം നിർവചിക്കപ്പെട്ടു. ആ നിർവചനങ്ങളുടെ ഉള്ളിൽ വരുന്നതിന് മാത്രമേ അതാണെന്ന് പറയാൻ സാധിക്കൂ. അതിനാണ് സയൻസ് എന്ന് പറയാം. ചുരുക്കം അങ്ങനെ തന്നെയല്ലേ അല്ലെ? അങ്ങനെയെങ്കിൽ ആ സയൻസാണ് ഈ പ്രപഞ്ചാഖിലം മുഴുവൻ. എല്ലാത്തിനും എന്തുണ്ട്? കണക്കുണ്ട് അല്ലെ? എല്ലാത്തിനും കണക്കുണ്ട് അല്ലെ? അശ്ശംസു വൽ ഖമറു ബിഹുസ്ബാൻ അന്നജ്മു വശ്ശജറു യസ്ജുദാൻ. സൂര്യനും ചന്ദ്രനും കണക്കുണ്ട്. സൂര്യചന്ദ്രന്മാർ ചലിക്കുന്നത് കൃത്യമാണ്. ദാലിക തഖ്ദീറുൽ അസീസിൽ ഹകീം. എല്ലാം അല്ലാഹുവിന്റെ തഖ്ദീറാണ്, ഒന്നും മാറുന്നില്ല. അശ്ശംസു യംബഗി ലഹാ അൻ തുദ്രികൽ ഖമർ വലല്ലൈലു സാബിഖുൻ നഹാരി വകുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ. ഈ ആയത്തൊക്കെ എത്ര ഓതിയാലും നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കണം. എന്താ പറഞ്ഞത്? ആരാ ഇത് പറയണത്? ആരുടെ നാവ് കൊണ്ടാ ഇതൊക്കെ പറയണത്? സൂര്യന് ചന്ദ്രനെ മറികടക്കാൻ കഴിയില്ല. ഒരു കണക്കുണ്ട്. അവിടെ എന്തുണ്ട്? അവിടെ ഒരു സയൻസ് ഉണ്ട്, ഒരു സയൻസ് ഉണ്ട്. അത് മറികടക്കാൻ അതിന് സാധിക്കില്ല. രാവിലെ പകലിനെയും മറികടക്കാൻ കഴിയില്ല. അവിടെ ഒരു സയൻസ് ഉണ്ട്. ആ സയൻസ് ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം. കുല്ലുൻ വകുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ. എല്ലാം അതിന്റെ കൃത്യമായ പാന്താവിലൂടെ തന്നെ ഒരു നീന്തി തുടിക്കും പോലെ ഊളിയിട്ട് നടക്കുകയാണെന്ന് ഖുർആൻ. എല്ലാം ചലിക്കുന്നു, എല്ലാം ചലിക്കുന്നു. ഇപ്പോ ഈ നിശ്ചലമെന്ന് നമുക്ക് തോന്നുന്ന ഈ മരത്തിന്റെ ഉള്ളിലെ
അതിന്റെ അകത്തളത്തിൽ ഒരു സെല്ലിൽ ഒരു 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 പിന്നെ ഒരു ന്യൂക്ലിയസിന്റെ പിന്നെ ചുറ്റും കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. എന്ത് അല്ലേ? അപ്പൊ നോക്കൂ, എല്ലാം ഇങ്ങനെ എല്ലാം അതിന്റെ കൃത്യമായ പാന്താവിലൂടെ ചലിച്ചു. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ, ആര് പറഞ്ഞത്? ഐൻസ്റ്റീനും അതുപോലെ തന്നെ സ്റ്റീഫൻ ഡബ്ല്യു ഹോക്കിങ്ങും ഒക്കെ ഈ ഭൂമിയും ആകാശവും നോക്കി നിന്ന് കണ്ണു നട്ട് അവസാനം പറഞ്ഞത്, എവിടെ നോക്കിയാലും എന്തു കാണുന്നു? ചില നിയമങ്ങൾ കാണുന്നു, അല്ലെ? ഒബേസ് ദി ലോസ്, ചില നിയമങ്ങളെ അനുസരിക്കുന്നു. വിച്ച് ഹാവ് എക്സൈറ്റഡ് ദ ക്യൂരിയോസിറ്റി ഓഫ് ഹ്യൂമൻ ബീയിങ്. മനുഷ്യനെ അത്ഭുതപ്പെടുത്തുന്ന എന്തോ ചില നിയമങ്ങൾ അതിനനുസരിക്കും. അപ്പോ അനുസരിപ്പിക്കുന്നവൻ ഉണ്ടാകണം, അല്ലെ? അനുസരിപ്പിക്കുന്നവൻ ഉണ്ടാകണം. ആ അനുസരിപ്പിക്കാൻ കഴിയും വിധം ഒരു പ്രാപഞ്ചികമായ വ്യവസ്ഥാപിതത്വത്തെ നിശ്ചയിച്ചു വച്ചിട്ടുള്ള ഒരു വിസ്ഡം, ഒരു ബുദ്ധികേന്ദ്രം ഉണ്ടാകണം. ആ ബുദ്ധികേന്ദ്രത്തിന് എന്തു പേരിട്ട് പറഞ്ഞാലും അവസാനം എവിടെ എത്തണം? അല്ലാഹ് ഇങ്ങോട്ടെത്തണം. അതാണ് ഖുർആൻ ഇങ്ങനെ നിരന്തരം പറഞ്ഞത്. നിങ്ങൾ എങ്ങോട്ട് പോയാലും അങ്ങോട്ട് പോയേ പറ്റൂ. പക്ഷികളിലേക്ക് നോക്കിയാൽ പറവകൾ ഇങ്ങനെ ഒരുമിച്ച് സഫായി നിൽക്കുന്നത് കണ്ടാൽ നിങ്ങൾ അവിടെ നിന്നാണ് വൈമാനികന്റെ വിമാനത്തെ, അതായത് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിനെ പഠിച്ചതെന്ന് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചവനൊക്കെ പറയുന്നു. എവിടെ നിന്നാണ് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് വരുന്നത്? പക്ഷിന്നാണ്. പക്ഷിയെ നോക്കിയിട്ടാണ് ആധുനിക ശാസ്ത്രകാരൻ പറക്കാൻ പഠിച്ചത്. അല്ല, പക്ഷിയെ നോക്കിയിട്ടാണ് ആധുനിക മനുഷ്യൻ പറക്കാൻ മോഹം കൊണ്ടത്. അവനിങ്ങനെ ഭൂമിയിൽ കിടന്നിങ്ങനെ കണ്ണു നട്ട് ആകാശത്തേക്ക് നോക്കിയപ്പോ മനോഹരമായി സ്വതന്ത്രമായി ഒരാളുടെയും യാതൊരു തരത്തിലുള്ള തടസ്സവുമില്ലാതെ പറന്നു പോകുന്ന ഈ പക്ഷിക്കൂട്ടങ്ങളെ കണ്ടപ്പോ അവൻ എന്നും സ്വപ്നം കണ്ടിരുന്നു. എത്രയോ നൂറ്റാണ്ടുകൾ അവൻ സ്വപ്നം കണ്ടു. പിന്നെ അവൻ ഈ പറവയുടെ ഈ വരവും പോക്കും അതിന്റെ ലാൻഡിങ് മെത്തേഡും അതിന്റെ ടേക്ക് ഓഫും ഒക്കെ എന്ത് ചെയ്തു? അവൻ പഠിച്ചു നോക്കി. അപ്പോ അവൻ അതുപോലെ തന്നെ ലാൻഡ് ചെയ്യാനും അവൻ അതുപോലെ തന്നെ പൊങ്ങാനും ഒക്കെ പഠിച്ചു. ശരിക്കും ഈ ചിറക് വിടത്തി വരുന്ന ഈ പക്ഷിക്കൂട്ടങ്ങൾ പോലെ വിമാനങ്ങൾ അങ്ങനെ വന്നിരുന്നു. എല്ലാം എന്ത് ചെയ്തു? ഇവിടെ എല്ലാം പറഞ്ഞില്ലേ? അവലം യറൗഇലത്തൈർ, നിങ്ങൾ പക്ഷിക്കൂട്ടങ്ങളിലേക്ക് നോക്കുന്നില്ലയോ? നിങ്ങളുടെ മുകളിലൂടെ അത് യാത്ര ചെയ്യുന്നുണ്ട്. വയഖ്ബിൽന, അത് സഫുകളായി നിൽക്കുകയും എന്നിട്ട് അതിങ്ങനെ കൂട്ടമായി ഒരുമിച്ച് നിൽക്കുകയും ചെയ്യുന്നു. ചിലപ്പോൾ ഒരൊറ്റ നിപ്പ് നിൽക്കുക അവിടെ. വയഖ്ബിൽന, അത് പിടിച്ചു നിൽക്കുന്നു. മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ, അതിനെ പിടിച്ചു നിർത്തുന്നത് ആര് തന്നെയാണ്? അല്ലാഹുവാണ്. എത്രയോ കാലങ്ങൾക്കപ്പുറത്തുനിന്ന് നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്ക് ഒരു 6 മാസം കൊണ്ട് യാത്ര ചെയ്യുന്ന ബട്ടർ പിന്നെ ബേർഡുകളെ കുറിച്ചൊക്കെ പ്രഗത്ഭരായ ശാസ്ത്രകാരന്മാർ എഴുതി. 6 മാസം വേണം അതിന്റെ റൂട്ട് നിശ്ചയിച്ചത് പോരാൻ. അത് പോരുമ്പോഴും തലമുറകൾ, അതിന്റെ ഓരോ തലമുറയും എവിടെയൊക്കെയോ വെച്ച് മണ്ണടിഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ തിരിച്ചത് 2 ആഴ്ച കൊണ്ട് എന്ത് ചെയ്യുന്നു? ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നു. അപ്പോ ഈ റൂട്ട് ആരാ നിശ്ചയിച്ചു കൊടുത്തത്? ഈ കൊച്ചു കിളിയുടെ അല്ലെങ്കിൽ പറവയുടെ ഉള്ളിലെ തലച്ചോറിന്റെ ഉള്ളിൽ ഈ മാപ്പ് ഗൂഗിൾ സെർച്ചിങ്ങിലൂടെ കിട്ടിയതാവോ? അല്ലല്ലോ. അള്ളാഹു കൊടുത്ത വഹിയല്ലേ, ഉടമസ്ഥന്റെ തമ്പുരാന്റെ വഹിയല്ലേ. മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ, അള്ളാഹു അല്ലാതെ അതിനെ പിടിച്ചു നിർത്തുന്നില്ല. റഹ്മാൻ. കണ്ട, അവിടെ ഒരു കാര്യമുണ്ട്. നിങ്ങൾ ആകാശത്ത് പറക്കുമ്പോ ഏറ്റവും കൂടുതൽ പേടിയുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആലോചിക്കുന്നത് എന്താണ്? റഹ്മാനേ എന്നാണ്. അള്ളാഹുവേ എന്ന് വിളിക്കണേക്കാൾ കൂടുതൽ എന്ത് പറയും? റഹ്മാനേ, നിന്റെ റഹ്മത്തുണ്ടാകണേ. എന്താ കാരണം? ഒന്നിങ്ങനെ ഇങ്ങനെ താഴോട്ട് നോക്കിയാൽ മതി. അപ്പോ ഇടയ്ക്കിങ്ങനെ ഇങ്ങനെ ചരിച്ചൊക്കെ കൊണ്ടുപോകുമ്പോ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ഒന്ന് കണ്ണിട്ട് നോക്കുമ്പോ റഹ്മാനേ, അല്ലെ? റഹ്മാൻ, അത്രേ ഉള്ളൂ. റഹ്മാന്റെ കൈകളിൽ ഭദ്രമായിട്ടില്ലെങ്കിൽ പിന്നെ അത് പോയ പോക്കിന്റെ കണക്കൊരു റഡാറിനും കിട്ടൂല. അല്ല കാക്കട്ടല്ലേ, ഒരു റഡാറിനും കാണാൻ പറ്റൂല. എവിടെയൊന്ന് കാണാൻ കഴിയാതെ പോകുക എന്നുള്ളത്, അല്ലേ? അപ്പൊ അതാണ് അല്ലാഹു മാ യുംസികുന്ന ഇല്ല റഹ്മാൻ. ആര് പിടിച്ചു നിർത്തണത്? റഹ്മാൻ. റഹ്മാൻ. അവിടെ ഇല്ലല്ലാ എന്ന് പറഞ്ഞ പോലെ അള്ളാഹുവിന് പടച്ചവന്റെ ശക്തിവിശേഷവും അള്ളാഹുവിന്റെ സൃഷ്ടി വൈഭവവും അള്ളാഹുവിന്റെ ആരാധനാർഹതയും എല്ലാം അടങ്ങിയ ഒരൊറ്റ പദം ഏത് തന്നെയാണ്? അള്ളാഹുവാണ്. മനസ്സിലായോ? അള്ളാഹുവിന്റെ ശക്തി,
അള്ളാഹുവിന്റെ സൃഷ്ടി, അള്ളാഹുവിന്റെ, അതായത് പടച്ച റബ്ബിന്റെ എല്ലാ വലിപ്പത്തിന്റെയും കൂടിയുള്ള പേര് ഏതാണ്? അല്ലാഹ്. ബാക്കി എല്ലാത്തിനും ഓരോ സെപ്പറേറ്റ് ആണ്. പക്ഷെ എന്നിട്ടെന്താ ഇവിടെ ഇങ്ങനെ റഹ്മാൻ? കാരണം അത് ആകാശത്തിരിക്കുന്ന ഈ വസ്തു താഴോട്ട് പോകാതിരിക്കണമെങ്കിൽ ആ ചിറകിൽ പിടിക്കുന്ന ഒരു കൈ റഹ്മാന്റെ കൈയാകണം, കരുണയുടെ കൈയാകണം. അവന്റെ തിരുനോട്ടമില്ലെങ്കിൽ അത് ചിലപ്പോൾ ഏതെങ്കിലും ഒരു എയർ പോക്കറ്റിലേക്ക് ചാടിയാൽ എന്ത് സംഭവിച്ചേക്കാം? റഹ്മത്തില്ലാതെ പോയേക്കാം. അള്ളാഹു കാക്കുമാറാകട്ടെ. ഒരു എയർ പോക്കറ്റിലൊക്കെ, ചെറിയ എയർ പോക്കറ്റിലേക്ക് ചാടുമ്പോഴാണ് ഇങ്ങനെ എന്ന് കാണിക്കുന്നത്. പണ്ട് സെയ്ദ് മുഹമ്മദ് ശാബങ്ങൾ പറഞ്ഞതുപോലെ ഇതൊരു പഞ്ചായത്ത് റോഡാണല്ലോ, ഇതൊന്ന് പൊതുമരാമത്ത് വകുപ്പുമന്ത്രി നന്നാക്കിയാൽ നന്നായിരുന്നു എന്ന് പറഞ്ഞ പോലെയാണ്. ഇന്നത്തെ ഓർമ്മ മഹാനായ സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെയാണ്. അള്ളാഹു ആ മഹാനുഭാവന്റെ കൂടെ നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാണ്. ഇന്ന് മഹാനവകളുടെ ആണ്ടാണ്. അള്ളാഹു ആ മന്ദസ്മിതം, ആ വസന്തോത്സവം നമ്മൾ ഇന്ന് പറന്നു പോയതിന്റെ വർഷങ്ങളുടെ ശേഷമുള്ള ആണ്ടാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ആ മഹാനുഭാവനോടൊപ്പം അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ആ മനുഷ്യന്റെ ജീവിതം അള്ളാഹു അവന്റെ ഏറ്റവും മഹാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അവരെപ്പോലെ അവരുടെ മുമ്പേ നടന്ന മഹാരഥന്മാർ, നമുക്ക് വേണ്ടി ഈ വഴിത്താരകൾ പൂക്കൾ വിതറിപ്പോയവർ, അവർ മുമ്പേ നടന്നപ്പോൾ അവർക്ക് മുള്ളുകളായിരുന്നു അവരുടെ വഴിത്താരകൾ ഉണ്ടായിരുന്നതെങ്കിലും ആ മുള്ളുകൾ മാറ്റി ഈ ഉമ്മത്തിന്റെ സ്വാസ്ഥ്യത്തിന് വേണ്ടി, ഈ ഉമ്മത്തിന്റെ ഇന്നുകളുടെ സ്വാസ്ഥ്യത്തിന് വേണ്ടി ഉറക്കൊഴിച്ചു പോയ ജീവിതത്തിലെ ഒരുപാട് മഹത്തുക്കൾ, അവരെ ഓർക്കുമ്പോഴാണ് നാം പശ്ചിമ ബംഗാളും ആസാമും ഒക്കെ ആലോചിക്കേണ്ടത്. ബംഗാളിലും ആസാമിലെയും ഒക്കെ ചെറുപ്പക്കാരൻ, ആസാമിലെ ഒരു ചെറുപ്പക്കാരന്റെ കഥ ഇന്നലെ മാധ്യമത്തിൽ പി സുരേന്ദ്രൻ എഴുതി. ഗുവാഹത്തിയിലെ ആസാമിലെ വംശീയ കലാപത്തിന് ശേഷം അവിടെ ചെന്നപ്പോ മലയാളം പറയുന്ന ആസാമി ചെറുപ്പക്കാരൻ പറഞ്ഞു, എനിക്ക് കേരളം ഇഷ്ടമാണ്, സുരേന്ദ്രൻ സാർ അങ്ങ് ഇടപെട്ടിട്ട് അവിടെ നിന്നൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് മലയാളക്കരയിൽ തന്നെ താമസിപ്പിക്കാൻ എനിക്കൊരു അനുവാദം തരുമോ? എങ്കിൽ എന്റെ പൊന്നുമക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ, മലയാളത്തിലെ മുസ്ലിങ്ങളുടെ വിദ്യാഭ്യാസം, അവന്റെ വലിപ്പം അതാർജിച്ചെടുക്കാൻ എനിക്ക് സാധിക്കുമെങ്കിൽ എന്ന് പറയുന്നുണ്ട്. ഇത്ര ഹൃദയസ്പൃക്കാണ് ആ വാക്കുകളെന്ന് ആലോചിക്കണം. അങ്ങനെ മലയാളിയായ മുസ്ലിം എവിടേക്കോ എത്തി. അവൻ ലോകത്തെ അറിയുന്നവനായി. അവന്റെ മുമ്പിൽ കഅബയുടെ വാതിൽ തുറക്കപ്പെട്ടു, അല്ലേ? അവന്റെ മുമ്പിൽ ഭരണാധികാരികൾ ഓച്ചാനിച്ചു നിന്നു. അവന്റെ മുമ്പിൽ അറബികൾ പോലും അവന്റെ പണത്തിന്റെയും വലിപ്പത്തിന്റെയും മുമ്പിൽ നിന്നു. അവൻ ലോകം കീഴടക്കിയവനായി വളർന്നു. അതിനൊക്കെ കാരണം വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കാൻ ആലോചിച്ച മഹാന്മാരായ മുൻഗാമികളായ നേതാക്കളും സയ്യിദുമാരും പണ്ഡിതന്മാരുമാണ്. നമുക്ക് വിദ്യ തരാൻ ഏറ്റവും കൂടുതൽ പാടുപെട്ടത് മതവിദ്യാഭ്യാസത്തിന് വേണ്ടി പാടുപെട്ട് അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസം ചെയ്യണമെന്ന് പറയാൻ തന്നത് സമസ്ത എന്ന് പറയുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ്. മഹാന്മാരായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ, ശംസുലമ, കണ്ണിയത്തുസ്താദ്, കെ.ടി. മാനു മുസ്ലിയാർ, നവറല്ലാഹു മറാഖിദഹും, അവരാണ് നമുക്ക് മദ്രസാ വിദ്യാഭ്യാസത്തിന്റെ ബാലപാഠം പറഞ്ഞു തന്നത്. മറുഭാഗത്ത് മുസ്ലിം പെൺകുട്ടിയെ പോലും വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കണമെന്ന് ആലോചിച്ച ഒരുപാട് നേതാക്കൾ. ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ചയിൽ സൂചിപ്പിച്ചതുപോലെ അരികത്ത് റോഡരികിൽ കുഞ്ഞുമക്കളെ കൊണ്ട് ഉമ്മമാര് നിന്ന് മക്കളെ സ്കൂളുകളിലേക്ക് പറഞ്ഞേക്കാൻ നിൽക്കുന്നത് കാണുമ്പോൾ, കുട്ടികളെ വിദ്യക്ക് പറഞ്ഞേക്കുന്ന ഉമ്മമാരെ കണ്ടപ്പോ നമ്മുടെ പ്രവർത്തനങ്ങൾ ഫലം കാണുന്നുണ്ട് എന്ന് പറഞ്ഞ് കരഞ്ഞ അഭിവന്ദരായ നേതാക്കൾ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് മനുഷ്യർ നമ്മുടെ മുമ്പേ നടന്നുപോയത് കൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ നിങ്ങളൊക്കെ ഇന്ന് അഭിമാനത്തോടെ ഇവിടെ വന്നിരിക്കുന്നത്. അതിലൊരാളാണ്, അതിനുവേണ്ടി രാവും പകലും ഉറക്കൊഴിച്ചും ജീവിച്ച ഒരു മനുഷ്യനാണ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ്. അള്ളാഹു ആ മനുഷ്യന് സ്വർഗം തന്നെ പ്രതിഫലമായി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഈ നാട്ടിലെ ഓരോ ദിവസവും ആ മനുഷ്യന് ഓരോ ദിവസവും വിശ്രമമില്ലാത്ത ശ്രമങ്ങളായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, ഇവിടെ വന്ന് ഈ ഹോസ്റ്റലിന്റെ തറക്കല്ലിട്ടത് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ്. അന്ന് ആ കാറിൽ നിന്നിറങ്ങുമ്പോൾ ആ മനുഷ്യൻ പിച്ച വെച്ചിട്ടാണ് ഇറങ്ങിയത്. അതായത് ശരീരം അത്രേ സമ്മതിച്ചിരുന്നുള്ളൂ. അന്ന് ആ ഡ്രൈവർ എന്നെ ഒരുപാട് ആക്ഷേപിച്ചു പറഞ്ഞു. ആക്ഷേപിച്ചത് അദ്ദേഹത്തിന്റെ ദേഷ്യം കൊണ്ടാണ്. നിങ്ങൾ ഈ മനുഷ്യനെ കൊണ്ട് എങ്ങനെയാ മുകളിലേക്ക് കയറിപ്പോകാം? അന്ന് നമ്മൾ ഒരുക്കി വച്ചിരുന്നത് മുകളിലായിരുന്നു. അന്ന് MIC-യുടെ ഈ തറക്കല്ലിടൽ കർമ്മത്തിന്റെ പരിപാടിയുടെ പ്രോഗ്രാമിന് വേദിയായി പള്ളിയുടെ മുകളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. അങ്ങോട്ട് കയറിപ്പോകണം. പക്ഷെ വലിയ തങ്ങൾക്ക് അങ്ങനെ പോകാൻ കഴിയുമായിരുന്നില്ല. അത്ര ശാരീരിക അസ്വാസ്ഥ്യമുള്ള കാലം. പക്ഷെ തങ്ങൾ അതൊന്നും പറയാതെ എൻ്റെ രണ്ട് ചുമലിലും കൈപിടിച്ചു.
എന്നിട്ടിങ്ങനെ ഈ സ്റ്റെയർ, നമ്മുടെ ഈ കുടുങ്ങിയ സ്റ്റെയർ ആ വലിയ മനുഷ്യൻ കയറിപ്പോയി. അവസാനം അവിടെ ചെന്നപ്പോൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ബുദ്ധിമുട്ട് തോന്നിയോന്നാണ്. നമുക്ക് ബുദ്ധിമുട്ടല്ല തോന്നിയത്. ഈ മനുഷ്യന് കാലുകൾ അനക്കാൻ പോലും കഴിയാത്ത സമയത്ത് പോലും എനിക്ക് ഇവിടെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും തിരിച്ചു പറയില്ലായിരുന്നു. പക്ഷേ എങ്ങോട്ട് പോകണമെന്ന് തോന്നിയാലും ആളുകൾക്ക് വേണ്ടി എന്തും സഹിച്ച ഒരു മനുഷ്യൻ. അങ്ങനെ തന്റെ ജീവിതം സമുദായത്തിന് സമർപ്പിച്ച മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഇന്ന് അള്ളാഹു ആ മഹാനുഭാവന്റെ ആണ്ടിന്റെ ദിവസം തന്നെ ഇത് ഓർമ്മപ്പെടുത്തിയല്ലോ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെയും അവരെയും ഒക്കെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറായിട്ട്. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ, പൂക്കോയത്തങ്ങൾ, ഒരുപാട് ആളുകൾ, ഒരുപാട് മഹാന്മാർ, അവരുടെയൊക്കെ ജീവിത വഴിത്താരകൾ അവർ വെട്ടിത്തെളിച്ച് തന്നു എന്നതുകൊണ്ടാണ് നമുക്കൊക്കെ ഇന്ന് നടക്കാൻ, സുഖമായി നടക്കാൻ കഴിയുന്നത്. ഇതിനി ആരും തടയാതിരിക്കട്ടെ. ഇതിനി ശത്രുവിന്റെ വഴി ആയി മാറാതിരിക്കട്ടെ. ഇതിനി വാർത്താമാധ്യമങ്ങൾ കൊണ്ടും മറ്റും മാലിന്യം വലിച്ചെറിയപ്പെട്ടൊരവസ്ഥയിലേക്ക് എത്തിപ്പെടാതിരിക്കട്ടെ. അതിനെന്റെ പ്രിയപ്പെട്ട സഹോദരിമാരും സഹോദരന്മാരും ചെയ്യേണ്ടത് അവരൊക്കെ ജീവിച്ച നല്ല മുസ്ലിമാവുക, നല്ല മുസ്ലിമാവുക. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ എത്ര വലിപ്പമുള്ള സമ്മേളന പന്തലിരിക്കുമ്പോഴും തങ്ങളുടെ കയ്യിൽ എപ്പോഴും സൂക്ഷിച്ച ഒന്നുണ്ടായിരുന്നു, ഒരു മുസല്ല. എത്ര വലിയ ഭരണാധികാരികളുടെ സമ്മേളന പന്തലാണെങ്കിലും ആ സ്റ്റേജിൽ ബാങ്ക് കൊടുക്കപ്പെട്ടാൽ ആ മുസല്ലയിൽ ബാഫക്കി തങ്ങൾ ഉണ്ടാവും. പട്ടിക്കാട് ജാമിയ നൂരിയ അറബിയയുടെ തറക്കല്ലിടാൻ പോവുകയാണ്. അതായത് കേരളത്തിലെ മുസ്ലിം നവോത്ഥാനത്തിന്റെ പ്രകാശഗോപുരത്തിന്റെ തറക്കല്ലിടാൻ പോവുകയാണ്. അപ്പോ എല്ലാവരും ചോദിച്ചു, സുബഹി ഖളാ ആക്കാത്തത് എന്നുറപ്പുള്ള, ജമാഅത്തായി നമസ്കരിച്ചു എന്നുറപ്പുള്ള ഒരാൾ വന്ന് ഇതിന് തറക്കല്ലിടണമെന്ന്. അപ്പോ എല്ലാവരും ഇങ്ങനെ അന്തിച്ചു നിന്നു. ആരൊക്കെ അവിടെ കൂടിയത്? മുസ്ലിം കേരളത്തിന്റെ കുലപതികൾ, മഹാനായ ഷംസുലമയുണ്ട്, കണ്ണിയത്ത് ഉസ്താദുണ്ട്, കുത്തുബി ഉസ്താദുണ്ട്, ഇവരൊക്കെ. ആ കൂട്ടത്തിൽ നിന്ന് ഒരാൾ, ഞാൻ സുബഹി ഖളാ ആക്കിയിട്ടില്ല എന്ന് പറഞ്ഞു. 40 കൊല്ലം ഞാൻ സുബഹി ഖളാ ആക്കിയിട്ടില്ല. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി. അതെ, അങ്ങനെയൊക്കെ ധൈര്യമായി പറയാൻ ഈ പണ്ഡിതന്മാർക്ക് കഴിയാഞ്ഞിട്ടൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ അങ്ങനെ ജീവിച്ച വിശുദ്ധി, അങ്ങനെ നമ്മുടെ മുമ്പിലൂടെ നടന്ന വിശുദ്ധി, അവരൊക്കെ അതുകൊണ്ട് നേടിയതെന്താ? സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ പോയി കിടക്കുന്നത് എവിടെയാണ്? അഷ്റഫുൽ ഖൽഖിന് വഹയിന്റെ വേളയിൽ ഈ കാടും മടലും ചവിട്ടിക്കടന്ന് ഹിറയിലേക്ക് നടന്നു പോകാൻ, അങ്ങനെ തന്റെ പ്രിയപ്പെട്ടവന് വേണ്ടി ജീവിച്ച് അവസാനം റസൂലുള്ള ആ വഫാത്തിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞിട്ടുണ്ട്. ആരാണത്? ഖദീജയാണ് റളിയല്ലാഹു അൻഹ. ആ ഖദീജ എന്ന തന്റെ തന്നെ ഉമ്മയുടെ കാൽച്ചുവട്ടിലാണ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ ഉള്ളത്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ആ മഹാന്മാർ അതിലൊരാൾ ഇന്ന് നമ്മുടെ ഓർമ്മ പദങ്ങളിലേക്ക് വന്ന സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ്. അള്ളാഹു ആ മഹാനുഭാവന് ഒപ്പം നമുക്കും ഒരുമിച്ച് കൂടാൻ കഴിയുന്ന സ്വർഗം അള്ളാഹു പെരുമാറാകട്ടെ. ഇനിയും ജീവിക്കുന്ന നമ്മുടെ മഹത്തുക്കളായ നായകന്മാർ, നേതാക്കൾ ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതാണ്, എന്താണ് അല്ലെ? അതറിയാതെ വന്നുപോയതാണ് അല്ലെ? അത് വരും, വരാതിരിക്കാൻ പാടില്ലല്ലോ, വരണം. ആകാശത്തെ പഞ്ചായത്ത് റോഡിനെ കുറിച്ച് പറഞ്ഞു പോയതാണ്. സത്യം, ഞാൻ ഓർത്തു പറഞ്ഞു പോയതല്ല. വന്നപ്പോ ഇന്നത് യോജിച്ച ദിവസമായിപ്പോയി. മാ യുംസിക്കുഹുന്ന ഇല്ലർ റഹ്മാൻ ഇന്നഹു ബികുല്ലി ശൈഇൻ ബസീർ അമ്മൻ ഹാദല്ലദീ ഹുവ ജുന്ദുൽ ലക്കും യൻസുറുക്കും മിൻ ദൂനിർ റഹ്മാൻ അമ്മൻ ഹാദല്ലദീ ഹുവ ജുന്ദുൽ ലക്കും യൻസുറുക്കും മിൻ ദൂനിർ റഹ്മാൻ. ഏതാടോ നിങ്ങൾക്ക് കിട്ടിയ സൈന്യം? അല്ലാഹു അല്ലാതെ ഏത് സൈന്യത്തെയാണ് നിങ്ങൾ സഹായിക്കാൻ വേണ്ടി തേടുന്നത്? നിങ്ങൾ അല്ലാഹുവിനപ്പുറത്ത് ആരുടെ അടുക്കലേക്കാണ് പോകുന്നത്? അമ്മൻ ഹാദ, ഇവനാണോ? അല്ലദീ ഹുവ ജുന്ദുൽ ലക്കും, നിങ്ങളുടെ സൈന്യം. നിങ്ങളുടെ സൈന്യം അതായത് നിങ്ങളെ സഹായിക്കുന്നവർ, നിങ്ങളുടെ കൂട്ടക്കാരാണെന്ന് പറഞ്ഞ് നിങ്ങൾ ആരെയാണ് കൂട്ടുപിടിക്കുന്നത്? മിൻ ദൂനി റഹ്മാൻ, റഹ്മാനായ പടച്ചതമ്പുരാൻ അപ്പുറം നിങ്ങൾ ആരെയാ കൂട്ടുപിടിക്കുന്നത്? ഇനിൽ കാഫിറൂന ഇല്ലാ ഫീ ഗുറൂർ. ചതി മാത്രമേ ആർക്ക് പണിയുള്ളൂ? ആർക്ക് പണിയുള്ളൂ? ചതി മാത്രാണ് ശരിക്കും. എവിടെയാണ് നമ്മെ ട്രാപ്പ് ചെയ്യാമെന്ന് ആലോചിക്കുന്നവർ? അതായത് കുഫ്ർ കൊണ്ട് ഹൃദയം മലീമസമായി പോയവന്റെ കഥയാണ് കേട്ടോ ഈ പറയുന്നത്. നിങ്ങൾ അങ്ങനെ തന്നെയായിരിക്കണം ഇതിനൊക്കെ വായിച്ചെടുക്കേണ്ടതും. അല്ലാതെ എല്ലാ മനുഷ്യരെയും അങ്ങനെ ഒരു ഭാവത്തിൽ കാണാനല്ല. മനുഷ്യർ എന്ന് പറയുന്നത് ലോകത്ത് എവിടെയും ഉണ്ട് എന്ന ബോധ്യം ഉണ്ടാകണം. ഒരായത്തോതുമ്പോ നിങ്ങളിൽ അങ്ങനെ ചിന്തയുണ്ടാകണം അല്ലേ?
മനുഷ്യരില്ലേ? അവരല്ല. അതല്ലാതെ ഇതൊക്കെയും ഈ ഒരുതരം നിഷ്ഠൂരമായ ബോധത്തോടുകൂടെ കാണുന്ന, അങ്ങനെ കുഫ്ർ ഉള്ളിൽ കടന്ന, ഈ സത്യം ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത, എന്താ കുഫ്ർ? കുഫ്ർ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ അതിന്റെ അർത്ഥം? സത്യത്തെ സത്യമാണെന്ന് ബോധ്യപ്പെട്ടിട്ടും മറച്ചു വെക്കുന്നവർ. അങ്ങനെയാണെങ്കിൽ ആദ്യം എനിക്ക് തോന്നാണ് കേരളത്തിലെ മാധ്യമ പ്രവർത്തകരെയാണ് അങ്ങനെ വിളിക്കേണ്ടി വരുന്നത്. കൃത്യം സത്യം തിരിച്ചറിഞ്ഞിട്ട് പോലും ആ സത്യങ്ങളെ ഒക്കെ മറച്ചു വെച്ചിട്ട് ആ സത്യങ്ങൾക്ക് മുമ്പിൽ അസത്യത്തിന്റെ പെരുമഴ പെയ്യിപ്പിക്കുകയാണ് കേരളത്തിലെ പുതിയ മാധ്യമ വൃത്തം. ഏതോ ചില 1-2 മാധ്യമങ്ങൾ ഒഴിവാക്കിയാൽ, അല്ലെ, ഇപ്പൊ ഉണ്ടായ സംഭവത്തിൽ പലപ്പോഴും നമുക്ക് അങ്ങനെയൊന്നും തോന്നാതില്ലായിരുന്നു. പക്ഷെ റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെയുള്ള ചാനലുകൾ ഒന്ന് മാറി നിന്നു. പക്ഷേ മാതൃഭൂമിയൊക്കെ ചെയ്തിട്ടുള്ളത് ശരിക്കും നിങ്ങളൊന്ന് പഠിക്കണം, നല്ലതാണ്. എന്റെ ഈ വാക്കുകൾ ലോകത്ത് എവിടെയും കേൾക്കുന്നു എന്നുകൊണ്ട് തന്നെ പറയട്ടെ. ഒരു സമുദായത്തെ ഇത്രമേൽ സത്യത്തിൽ നിന്നും മറച്ചുവെച്ച് നുണക്കഥകൾ മാത്രം പറഞ്ഞ് ഇന്നും നിങ്ങൾ ആലോചിച്ച്, ഞാൻ ഇന്ന് മാതൃഭൂമി വായിച്ചപ്പോൾ ആലോചിച്ചു പോയി. അതായത് ഈ കുട്ടികളെ കൊണ്ടുവന്നിട്ട് അവയവം മുറിച്ച് വിറ്റ് കാശാക്കാനാണ് കൊണ്ടുവന്നതെന്ന് ഏതോ ഒരു പച്ചപ്പിരാന്തൻ പറഞ്ഞാൽ അത് വാർത്തയാകണോ? അത് വാർത്തയാക്കണോ? അങ്ങനെ പറയുന്ന ഏത് പൊട്ടനും കയറിയിരിക്കാൻ കഴിയുന്നതാണോ പത്രമാധ്യമങ്ങളുടെ ഈ പാരമ്പര്യം? എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ പല ആശ്രമങ്ങളെയും കുറിച്ച് പല പച്ചപ്പിരാന്തന്മാരും അല്ലാത്തവരും പറഞ്ഞല്ലോ, ഒന്നും എഴുതിയില്ലല്ലോ ആരും. നിങ്ങൾ അന്ന് പറഞ്ഞല്ലോ വാർത്തക്ക് മെറിറ്റ് വേണമെന്ന്. ഈ വാർത്തക്ക് എന്ത് മെറിറ്റാടോ ഉള്ളത്? എന്ത് മെറിറ്റാ ഉള്ളത്? കേരളത്തിന്റെ സംസ്കൃതിയെയും കേരളത്തിലെ മുസ്ലിങ്ങളുടെ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും വിദ്യാഭ്യാസ ചരിത്രത്തെയും അറിയുന്ന ആർക്കും ആ പൊട്ടം പറഞ്ഞതിനെ വാർത്തയാക്കാൻ സാധിക്കോ? എന്നിട്ട് എന്ത് മെറിറ്റിലാണ് നിങ്ങൾ സ്വന്തം മുദ്ര വെച്ചിട്ട് ആ വാർത്ത കൊടുത്തത്? ചോദിക്കാൻ ഈ സമുദായത്തിന് ആളില്ലാതെ പോയോ? എന്തൊരു വൃത്തികേടാണ്. മാതൃഭൂമി അവരുടെ മുദ്ര വെച്ചിട്ടാണ് ആ വാർത്ത കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ കണ്ടോന്ന് വിഡിറ്റ്. അതായത് കേരളത്തിന്റെ ഒരു അന്വേഷിക്കട്ടെ, ഇവർ പോയി അന്വേഷിക്കട്ടെ, ഈ നാടാകെ ചുറ്റി നടന്ന് അന്വേഷിക്കട്ടെ. ഏത് അവയവമാണ്, ഏത് കുട്ടിയുടെ അവയവമാണ് കേരളത്തിലെ അനാഥാലയങ്ങൾ വിറ്റതെന്ന് ആലോചിക്കട്ടെ. അങ്ങനെ ഒന്നും ചെയ്യാത്ത അനാഥാലയങ്ങളിൽ, പ്രത്യേകിച്ചും 2 ദേശീയ പുരസ്കാരം കിട്ടിയ അനാഥാലയത്തെ കുറിച്ചാണ് ഈ വർത്താനം പറയുന്നത്. 2 ദേശീയ പുരസ്കാരം. അവിടെയുള്ള കുട്ടികൾ പഠിച്ചു വളർന്നു വന്നാൽ അവരെയാണ് ആ സ്ഥാപനം അധ്യാപകരാക്കുന്നത് പോലും. അവിടെ അത് കഴിച്ചിട്ടേ ബാക്കിയുള്ളവർക്ക് അവിടെ ജോലി കൊടുക്കുന്നുള്ളൂ. ഇത് നമ്മുടെ അനുഭവ സാക്ഷിയാണ്. അവിടെ നിന്നാണല്ലോ ഒരു കുട്ടി അവിടുത്തെ ഇൻസ്പിറേഷൻ കൊണ്ടല്ലേ പഠിച്ചു വളർന്ന് ഇന്ത്യയിൽ ഇനി നേടാൻ കഴിയുന്ന ഏറ്റവും വലിയ യോഗ്യതയുള്ള സ്ഥാനമാകുന്ന ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന് പറയുന്ന IAS പദവി നേടിയത്. മുഹമ്മദ് അലി ശിഹാബ് ആ ചെറുപ്പക്കാരന്റെ മുഖത്ത് നോക്കിയിട്ടെങ്കിലും പറയണ്ടേ ഈ സ്ഥാപനം അങ്ങനെ ചെയ്യില്ലാന്ന്? എന്നിട്ട് അവയവദാനം എന്ന് ഏതോ വിദൂരത്ത് ഝാർഖണ്ഡിലിരിക്കുന്ന രാഷ്ട്രീയക്കാരന്റെ വർത്തമാനം കേൾക്കുമ്പോഴേക്കും അതിങ്ങനെ വെണ്ടക്ക നിരത്താൻ മാതൃഭൂമിക്ക് നാണം തോന്നിയില്ലേ? ഇത്ര പാരമ്പര്യമുള്ള ഒരു പത്രം, രാജ്യത്തിന്റെ സ്വാതന്ത്ര്യകാലത്ത് പോലും ഇറങ്ങിയെന്ന് അവകാശപ്പെടുന്ന 90 കൊല്ലത്തിന്റെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ കൊണ്ടുവന്ന് നവതി ആഘോഷിച്ചൊരു പത്രത്തിന് നാണമില്ലേ? മെറിറ്റ് ഉണ്ടെങ്കിൽ ആ വാർത്ത കൊടുക്കാൻ പറ്റും. മെറിറ്റ് ഉണ്ടെങ്കിൽ എന്തൊരു വൃത്തികേടാണ് ഈ ചെയ്യുന്നത്? അവയവം മുറിച്ചു വിൽക്കാനാണ് ഈ മുക്കം യത്തീംഖാനയിലേക്ക് കുട്ടികളെ കൊണ്ടുവന്നതെന്നോ? ആ കുട്ടികൾ പറയില്ലേ, അവിടെ ജീവിച്ച് ജനിച്ച് വളർന്നു വലുതായി തങ്ങൾ ഒരു വറ്റ് പോലും ഒരു ദിവസം കിട്ടാതെ മാതാക്കൾ തങ്ങളുടെ അടുപ്പത്ത് വച്ചിട്ടുള്ള തീ പുകഞ്ഞ് മക്കളെ കാണിച്ചു കൊടുത്തു എന്ന് സയ്യിദന ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് പറഞ്ഞതുപോലെ, അങ്ങനെ വെറുതെ വെള്ളം കലക്കിയിട്ടിരുന്ന ആ ഒരു കാലഘട്ടത്തിന്റെ പട്ടിണിയിൽ നിന്ന് ഈ മക്കളെ പിടിച്ചുകൊണ്ടുവന്ന് കോളേജ് അധ്യാപകനും IASകാരനും ഒക്കെ ആക്കി മാറ്റിയ പിതൃതുല്യമായ ഒരു സ്ഥാപനത്തെ നോക്കി അത് പറയുമ്പോൾ നാണം തോന്നിയില്ലേ ആ മെറിറ്റില്ലാത്ത വാർത്ത കൊടുക്കാൻ? ഏത് എഴുത്തുകാരനാ സ്വന്തം പേനയിൽ വരുന്നത് എന്തും എഴുതാന്നുള്ളതാണോ? അതിനും വേണ്ട ഒരു ബോധം. കാരണം ഈ വാർത്ത കാണുന്നവനുണ്ടാകുന്ന മറ്റൊരു വികാരമുണ്ട്. അണ്ട് അവിടെ മനുഷ്യക്കടത്തല്ല, അവയവദാനാണ്. പുതിയ വാർത്ത മെനയാൻ, കേരളത്തിലെ പൊതുസമൂഹത്തിലേക്ക് വർഗീയതയുടെ പുതിയ വിഷം വിതക്കാനല്ലാതെ ഈ വാർത്തയ്ക്ക് എന്തും മെറിറ്റാണുള്ളത്? വലിച്ചു കീറി കളയേണ്ടി വരുമെന്നും പറയേണ്ടി വരും. ഇനി മേലിൽ ഇങ്ങനെ വാർത്ത കൊടുക്കാൻ ശ്രമിച്ചാൽ ഈ പത്രം സ്വന്തം വീട്ടിന്റെ കോലായിലേക്ക് കയറ്റണ്ട എന്ന് ഈ സമുദായത്തോടും സമൂഹത്തോടും പറയേണ്ടി വരും. സമൂഹത്തോടും അങ്ങനെ ഒരു ക്യാമ്പയിൻ നടത്തണമെന്ന് ആലോചിക്കേണ്ടി വരും. അത്ര ഭീകരമാണ് ഈ പത്രം ഇന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ തെമ്മാടിത്തം. അതിലേറെ ഒന്നും പറയാനില്ല. കാരണം ഏതൊരു പച്ചപ്പൊട്ടം പറഞ്ഞതൊക്കെ വാർത്തയാകണോ? അങ്ങനെയെങ്കിൽ ഈ നാട്ടില് എന്റെ കാലിന്റെ ആണി മാറി എന്ന് പറഞ്ഞ ഒരാൾ വാർത്ത കൊടുത്താൽ മാതൃഭൂമി പത്രം മെറിറ്റ് അടിസ്ഥാനത്തിൽ ആ വാർത്ത കൊടുക്കുമോ?
നിങ്ങൾക്ക് മെറിറ്റുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ, എന്റെ കാലിന്റെ ആണി രോഗം മാറി, പണ്ട് CH മുഹമ്മദ് സാഹിബ് പറഞ്ഞ പോലെ അങ്ങനെ ഒരു വാർത്ത കൊടുക്കാൻ ഞങ്ങളങ്ങ് തീരുമാനിച്ചാൽ നിങ്ങൾ ആ വാർത്ത കൊടുക്കുമോ? ഏത് മെറിറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വാർത്ത വരുന്നത്? എന്ത് മെറിറ്റാ അതിനുള്ളത്? അതുകൊണ്ട് ഇമ്മാതിരി വൃത്തികേട് കാണിക്കാൻ തീരുമാനിക്കരുത്. ഒരു സമുദായത്തെ കൊഞ്ഞനം കുത്തരുത്. അതിനൊക്കെ ഒരു അതിരുണ്ട്, ഒരു 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 പരിധി ഉണ്ടാകണം. അള്ളാഹു കാക്കുമാറാകട്ടെ. ഇനിൽ കാഫിറൂന ഇല്ലാ ഫീ ഗുറൂർ. സത്യനിഷേധികൾ ചതിയല്ലാതെ ചെയ്യാറില്ല. അമ്മൻ ഹാദല്ലദീ യർസുഖുകും മിൻ അംസഖ റിസ്ഖ ബൽ ലജ്ജൂ ഫീ ഉതുബ്ബിൻ വനുഫൂർ. അമ്മൻ ഹാദല്ലദീ യർസുഖുകും, ഇവനാണോ നിനക്ക് ഭക്ഷണം തരുന്നത്? അല്ലാഹു ചോദിക്കാൻ, ഇവനാണ് നീ അവലംബമാക്കിയ ഇവരാണോ നിനക്ക് ഭക്ഷണം തരുന്നത്? ഇൻ അംസക റിസ്ഖ, അല്ല നിന്റെ ഭക്ഷണം മാറ്റിവെച്ചാൽ ഉണ്ടോ? അല്ല മഴ പെയ്യണ്ടെന്ന് പറഞ്ഞാൽ നീ എത്ര വെടിപൊട്ടിച്ചിട്ടെന്ത് കാര്യം? നീ മേഘക്കൂട്ടങ്ങളിലേക്ക് നീ രാസപ്രയോഗങ്ങൾ നടത്തിയിട്ടെന്ത് കാര്യം? ഇൻ അംസക റിസ്ഖ, അല്ലാഹു അവന്റെ ഭക്ഷണം തടഞ്ഞു വച്ചാൽ ഇവൻ തരുമെന്നാണോ നീ ധരിക്കുന്നത്? പക്ഷെ ഇതൊന്നും ഇവർക്ക് മനസ്സിലാവുന്നില്ല. അല്ലാഹു പറയാണ് എന്നിട്ടും ഈ അഹങ്കാരത്തിൽ ഇങ്ങനെ തലപൂഴ്ത്തിയിരിക്കാൻ. ഒട്ടകപക്ഷി തലപൂഴ്ത്തുന്നത് പോലെ അഹന്തയിലേക്ക് തലപൂഴ്ത്താണ്. ഒന്ന് കണ്ണു നട്ട് ഈ പ്രപഞ്ചം ഒന്ന് നോക്കിയാൽ മതിയായിരുന്നു, അത്രയും മതിയായിരുന്നു. ഐൻസ്റ്റീൻ പറഞ്ഞതുപോലെ വ്യവസ്ഥാപിതമായ ഈ പ്രപഞ്ചം തന്നെയാണ് ഏറ്റവും വലിയ സങ്കീർണ ചോദ്യചിഹ്നം എന്ന് പറഞ്ഞതുപോലെ സ്വയം നെഞ്ചത്ത് കൈവച്ച് പറയാൻ സാധിക്കുമായിരുന്നു. പക്ഷേ കണ്ണ് അങ്ങോട്ടല്ല ഇങ്ങോട്ട് തന്നെ പൂട്ടിവെച്ച് ഞാൻ തന്നെയാണ് വലിയവൻ എന്ന് സ്വയം അഹങ്കരിക്കുകയാണ്. അഹങ്കാരത്തിലേക്ക് തലപൂഴ്ത്തുകയാണ്. എന്ത് രസമുള്ള പ്രയോഗമാണല്ലേ അല്ലേ? അഹങ്കാരത്തിലേക്ക് തലപൂഴ്ത്തണമെങ്കിൽ ഇങ്ങോട്ട് തന്നെ നോക്കണം. ഞാൻ അതിലേക്ക് നോക്കണം. ഞാനൊന്നുമല്ല എന്നോടത്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനില്ല അവിടെ, ആരേ ഉള്ളൂ? അല്ലാഹ് അല്ലേ? അവിടെ ഞാനില്ല, അല്ലാഹ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് നോക്കാനാണ് ആകാശവും ഭൂമിയും നിനക്ക് ഈ വെളിച്ചം പകർന്നു തരുന്നത്. അങ്ങോട്ട് നോക്കാൻ ഖുർആൻ നിന്നോട് ആവശ്യപ്പെടുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ബൽ ലജ്ജൂ ഫീ ഉതുവ്വിൻ. സ്വന്തം അഹന്തയുടെ ദുർനടപ്പിന്റെ ബോധത്തിലേക്ക് അവൻ തലപൂഴ്ത്തിയിരിക്കുകയാണ്. വനുഫൂരിൻ, സത്യത്തിൽ നിന്നുള്ള ഓട്ടത്തിലേക്കും, സത്യത്തിൽ നിന്ന് വിദൂരമാകാൻ. നുഫൂർ, നഫർ എന്ന് പറഞ്ഞ ഓടാൻ. എങ്ങോട്ട് ഓടാ? സത്യം കേൾക്കുമ്പോൾ ഓടുക. അങ്ങനെ സ്വയം തന്റെ അഹന്തയുടെ ബോധങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചേക്കുമോ, തന്റെ അഹങ്കാരത്തിന്, അങ്ങനെയാണല്ലോ, തന്റെ അഹങ്കാരത്തിന് എന്തും സംഭവിച്ചേക്കുമോ എന്ന് പേടിച്ചിട്ടാണ് പലപ്പോഴും ഈ ഇത്തരം ഉപദേശങ്ങൾ കേൾക്കാൻ പോലും പേടിക്കുന്നത്. എവിടെയാണ്? എന്റെ അഹന്തയുടെ വസ്ത്രധാരണത്തിന് അല്ലെ, എന്റെ അഹന്തയുടെ വസ്ത്രത്തിന്റെ ഉലച്ചിൽ തട്ടിയേക്കുമോ എന്നിടത്ത് പേടി തോന്നുമ്പോഴാണ് ഓടാണ്. ആ പ്രയോഗം ഒന്ന് മനസ്സിലാക്കി നോക്കിയേ. എന്തൊരു ആലങ്കാരികമായ പ്രയോഗമാണത്. സ്വന്തം അഹന്തയുടെ ബോധമണ്ഡലങ്ങളിലേക്ക് തലപൂഴ്ത്തിയിരിക്കുന്നവൻ, തിന്മയുടെ സ്ഥിതി അതിലേക്ക് തലപൂഴ്ത്തിയിരിക്കുന്നവൻ. അതാണ് أفمن يمشي مكبا على وجهه أهدى أمن يمشي سويا على صراط مستقيم. കണ്ടോ? സ്വന്തം മുഖം വേറെ ആർക്കും കൊടുക്കാതെ, ഭൂമിയിലോ ആകാശത്തോ നടക്കുന്ന സംഭവവികാസങ്ങളിലേക്ക് നോക്കാതെ അവനവനിലേക്ക് തലപൂഴ്ത്തി വച്ചവൻ അങ്ങനെ നടക്കുന്നവനാണോ? അതോ സുറാത്തുൽ മുസ്തഖീമിലൂടെ തല ഉയർത്തിപ്പിടിച്ച് പടച്ചവനെ പേടിച്ച് ആകാശത്തെയും ഭൂമിയിലെയും സംഭവവികാസങ്ങളിലേക്ക് കണ്ണുനട്ട് ഉടമസ്ഥനായ റബ്ബിനെ പേടിച്ച് നടക്കുന്നവനെ ആരാ വെളിച്ചം കിട്ടിയവൻ? അഹ്ദാ, ആരാ വെളിച്ചം കിട്ടിയവൻ? നോക്കൂ നിങ്ങൾ, ദുർനടപ്പുകാരൻ എപ്പോഴും ആരായിരിക്കും? അവൻ ഇൻട്രോവേർട്ട് ആവും അല്ലെ? ആവും. അവന്റെ ഗിൽറ്റി കോൺഷ്യൻസ്, അവന്റെ കുറ്റബോധം ഒരിക്കലും അവനെ കണ്ണു തുറന്ന് നോക്കാൻ സാധിപ്പിക്കൂല. അതെ, ഒരു മനഃശാസ്ത്രമാണ്. ആ മനഃശാസ്ത്രം തന്നെയാ ഖുർആൻ പറയുന്നതും അല്ലെ? ഒരു കള്ളുകൂടിയനെ നോക്കിക്കോളൂ നിങ്ങൾ. നിരന്തരം കള്ളുകുടിച്ച് ജീവിക്കുന്ന ഒരുത്തൻ എപ്പോഴും എന്തുണ്ടാവും? തല നിൽക്കില്ല. എന്താ കാരണം? അവനെ തല നിവർത്താൻ കഴിയില്ല. അതാണ് മുഖിബ്ബൻ അലാ വജീഹി, സ്വന്തം മുഖം ഇങ്ങനെ കീപ്പോട്ടാക്കി വെച്ചവൻ.
അഹ്ദാ, അവനാണോ ഹിദായത്ത് കിട്ടിയവൻ? നമ്മൾ തല താഴ്ത്തണം. എവിടെയാ? സത്യത്തിന്റെ വഴിയിലൂടെ യാത്ര ചെയ്യുന്നവനും കണ്ണുപൂഴ്ത്തണം. ഒരു അന്യ സ്ത്രീയെ കണ്ടാൽ അല്ലെങ്കിൽ തെറ്റിലേക്ക് നോക്കുമ്പോ അവിടെയൊക്കെ എന്തുണ്ടാവും? കണ്ണുപൂഴ്ത്തും. പക്ഷെ അവൻ 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 അഭിമാനമുള്ള ശിരസിന്റെ ഉടമയാണ്. അവൻ ആരുടെ മുമ്പിൽ തലകുനിക്കാറില്ല? അസത്യത്തിന്റെ നേരെ അവൻ തലകുനിക്കാറില്ല. അതുകൊണ്ടാണ് റോമയുടെയും പേർഷ്യയുടെയും ചക്രവർത്തിമാരുടെ മുമ്പിൽ ചെന്നപ്പോ സുജൂദ് ചെയ്തു കടക്കേണ്ടതിന് പകരം അവിടെ ചെന്നിട്ട് അല്ലാഹു അക്ബർ എന്ന് അഷ്റഫുൽ ഖൽഖിന്റെ മഹാന്മാരായ സ്വഹാബത്ത് പറഞ്ഞത്. അപ്പോഴാണ് റോമാ ചക്രവർത്തിയുടെയും പേർഷ്യൻ ചക്രവർത്തിയുടെയും സദസ്സിലിരുന്നവർ ചോദിച്ചത്, ഇത് ഈ കോർട്ടിനോടുള്ള മര്യാദയല്ലല്ലോ, ഇവിടെ വന്നാൽ എല്ലാവരും സുജൂദ് ചെയ്യാറുണ്ടല്ലോ, നിങ്ങൾ എന്തേ ചെയ്യാതിരുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഈ രാജാവിനല്ല സുജൂദ് ചെയ്യുന്നത്, ഈ രാജാവിന്റെയും രാജാവായി രാജാതിരാജനായ ഉടമസ്ഥന്റെ മുമ്പിലാണ് ഞങ്ങൾക്ക് തല ഉരിക്കാൻ പറ്റൂ. അങ്ങനെയാണ് ഞങ്ങളുടെ പ്രവാചകൻ ഞങ്ങളെ പഠിപ്പിച്ചത്. ഈ തല റോമയുടെ ചക്രവർത്തിയുടെ മുമ്പിൽ കുനിക്കാനുള്ളതല്ല എന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂൽ ഞങ്ങളെ പഠിപ്പിച്ചു കഴിഞ്ഞു എന്നായിരുന്നു ഈ സ്വഹാബാക്കൾ. അതാണ് അഫമൻ യംശി മുഖിബ്ബൻ അലാ വജ്ഹിഹി. നിർത്തണോ? ഇൻഷാ അല്ലാഹ്. 10 മണിയിലെ അവസാനിപ്പിക്കാം. ഒറ്റ ഇങ്ങനെയുള്ള അർത്ഥം വെച്ച് അവസാനിപ്പിക്കാം അല്ലെ? സ്വന്തം മുഖം പൂഴ്ത്തി വെച്ച് നടക്കുന്നവനാണോ അഹ്ദാ, അവനാണോ ഹിദായത്ത് കിട്ടിയവൻ? നേരായ മാർഗത്തിലേക്ക് സമചിത്തതയോടെ നന്മയുടെ മനസ്സോടെ നടന്നു പോകുന്നവനാണോ ഏറ്റവും നല്ല ഹിദായത്തിന്റെ വെളിച്ചം കിട്ടിയ മനസ്സോടെ നടക്കുന്നവൻ? ആരാ ആരാ ആരാ? സവിയൻ യംശി മൻ യംശി സവിയൻ അലാ സിറാത്തിൽ മുസ്തഖീം. സിറാത്തുൽ മുസ്തഖീമിലൂടെ നടക്കുന്നവനാണ്. അള്ളാഹു അതിന് ഭാഗ്യം തരുമാറാകട്ടെ. റഹ്മുറാഹിമീനെ, ഈ ഇരിപ്പ് നാളെ സ്വർഗത്തിലും ഇരിക്കാൻ നീ തൗഫീഖ് തരണേ അല്ലാഹ്. ഒരുപാട് മനുഷ്യരെ കുറിച്ചുള്ള ഓർമ്മകളാണ് ഇന്ന് പങ്കുവച്ചത്. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് വലിപ്പങ്ങൾ തന്ന, ഒരുപാട് മനോഹരമായ നിമിഷങ്ങളും മുഹൂർത്തങ്ങളും ഓർമ്മിക്കാൻ കഴിയുന്ന മനോഹരമായ മുഹൂർത്തങ്ങൾ തന്ന വലിയ മനുഷ്യർ, ഞങ്ങളുടെ അഭിനന്ദനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെപ്പോലെ അള്ളാഹുവേ, അവരെപ്പോലെ ഞങ്ങൾക്കും ഖിദ്മത്തുദ്ദീനിനുള്ള ഭാഗ്യം തരണേ അല്ലാഹ്. അള്ളാഹുവേ, ഞങ്ങളുടെ നേരെ മുമ്പേ നടന്നവരും അതിന് മുമ്പേ നടന്നുപോയവരുമായ മഹാന്മാർ, അവരൊക്കെ നിന്റെ ദീനിനെ ഖിദ്മത്ത് ചെയ്തവരാണ്. അതൊക്കെയും സ്വീകരിക്കുകയും അതുപോലെ ഞങ്ങളെയും നിന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടും വിധം, നിന്റെ ഹബീബിന്റെ ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളം കുടിക്കും വിധം, നിന്റെ ഹബീബിന്റെ ഷഫാഅത്തിന് സൗഭാഗ്യം കിട്ടും വിധം നീ ഞങ്ങളുടെ ജീവിതത്തിൽ നീ ബറക്കത്തും ഖിദ്മത്തിനുള്ള ഭാഗ്യവും തരണേ അല്ലാഹ്. റബ്ബേ, ആർക്കു മുമ്പിലും തലകുനിക്കാതെ നിനക്ക് മുമ്പിൽ മാത്രം അനുസരണയോടെ തലകുനിക്കുന്ന മുത്തഖീങ്ങളിൽ നീ ഞങ്ങളെ പെടുത്തണേ റഹ്മാനെ. തഖ്വ കൊണ്ട് ജീവിച്ച് തഖ്വ കൊണ്ട് മരിക്കാനുള്ള സൗഭാഗ്യം തരണേ അല്ലാഹ്. ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ റബ്ബേ, പാപങ്ങൾ പൊറുക്കണേ റബ്ബേ. അള്ളാഹുവേ, ഈ കുറിപ്പ് എന്റെ കയ്യിലിരിക്കുന്നു. ഒരു സഹോദരന്റെ പിതാവ് ക്യാൻസർ കൊണ്ട് കിടപ്പിലാണ്. അല്ലാഹ്, മാരക രോഗങ്ങളൊന്നും നീ ഞങ്ങൾക്ക് തരല്ലേ അല്ലാഹ്. അള്ളാഹുവേ, മഹാരോഗങ്ങൾ മരണത്തിന്റെ കത്താണ്, അതിന്റെ ക്ഷണക്കത്താണ്. അള്ളാഹുവേ, അത്തരം മഹാരോഗങ്ങളൊന്നും നീ ഞങ്ങൾക്ക് തരലേ റഹ്മാനെ. ഈ രോഗം നിനക്ക് ശിഫ ആക്കാനുള്ളൂ. അള്ളാഹുവേ, ഈ ക്യാൻസറിൽ നിന്ന് ഈ സഹോദരന്റെ പിതാവിനെ നീ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. ആഫിയത്ത്